Oh, green. What did you eat? Pariyu? Green. Green what? Green ഉണ്ടായിരുന്നു പ്ലേറ്റില്. Yes, ma'am. ഗ്രീൻ എന്തായിരുന്നു? ഗ്രീൻ ഗ്രീൻ എന്തായിരുന്നു? വാട്ട് വാസ് ഗ്രീൻ? Spinach. സ്പിനാച്ച് ആയിരുന്നോ ഗ്രീൻ? ഓക്കെ, ചീരയായിരുന്നു. Yes, ma'am. പിന്നെ എന്താ ഉണ്ടായിരുന്നു? ചോറുണ്ടായിരുന്നു. that was white. then there was green. പിന്നെ ബ്രൗൺ ഒന്നും ഇല്ലായിരുന്നു. ഫിഷ്, മീറ്റ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. No, ma'am. No. പിന്നെ വേറെ ആരും ഉള്ള? അപ്പൊ 2 കളർ കിട്ടി. പിന്നെ ക്യാരറ്റ് കഴിച്ചു. ക്യാരറ്റ് കഴിച്ചവരാരുമില്ല? ഓറഞ്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ദാറ്റ്സ് ഓറഞ്ച്. പിന്നെ ബീട്രൂട്ട് കഴിച്ചവരാ? പർപ്പിൾ. യെസ് മാം. പർപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടറ്റോ കഴിച്ചവരാരുമില്ല? വൈറ്റ്. പൊട്ടാറ്റോ ഉണ്ട്. പൊട്ടറ്റോ കഴിച്ചു. ക്യാബേജ് ഗ്രീൻ. ടൊമാറ്റോ റെഡ്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് സേയിങ്. ഇതുപോലെ നമ്മുടെ എല്ലാ ഫുഡിനും പല കളേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫുഡിനെ നമ്മൾ 2 തരത്തിൽ നമുക്ക് തിരിക്കാം. യു ക്യാൻ സീ ദാറ്റ് ഇസ് 2 kinds of nutrients in our food. Macronutrients, നിങ്ങൾ കഴിക്കുന്ന ചോറ്, which is your carbohydrates, then your fats, anything oil that you use, and your proteins, നിങ്ങൾ കഴിക്കുന്ന lentils അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പയറുവർഗ്ഗങ്ങള്, പിന്നെ മീറ്റ്സ്, ഫിഷ്, എവറിത്തിങ്. then the micronutrients. ഈ മൈക്രോന്യൂട്രിയൻസിനെ പറ്റിയാണ് എനിക്ക് ഇന്ന് ഫോക്കസ് ചെയ്യാനുള്ളത്. സോ ദേ ആർ പ്രൊട്ടക്റ്റീവ്. വൈറ്റമിൻസ്, മിനറൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഇങ്ങനത്തെ മൈക്രോന്യൂട്രിയൻസ്, the word itself says they are small, you don't really see them. ചെറുതാണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനത്തെ ന്യൂട്രിയൻസിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് കൂടുതലും സംസാരിക്കാനുള്ളത്. So if you look at the nutrients in food, you see water. Water ഇല്ലാത്ത ഒരു ഫുഡും ഇല്ല. എല്ലാ ഫുഡും നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും വാട്ടർ ആണ്. ഒരു മെജോറിറ്റി ഓഫ് ദം ഇസ് വാട്ടർ. നിങ്ങൾ എന്ത് നിങ്ങൾ കുക്ക് ചെയ്താലും, കുറെ പേരെങ്കിലും കുക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുക്ക് ചെയ്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം വാട്ടർ ഇസ് എ ബിഗ് കോണ്ടന്റ്. അത് നിങ്ങളിപ്പോ ഒരു മീറ്റാ കുക്ക് ചെയ്യുന്നെങ്കിൽ കുറെ നേരം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മീറ്റിലും വെള്ളം മുഴുവൻ സോക്ക് ചെയ്ത് അത് മുഴുവൻ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ ഒരു ചിക്കൻ കറി വെക്കുവാണെങ്കിൽ ചിക്കൻ കുറെ നേരം കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പൊ അധികം വെള്ളം ആഡ് ചെയ്യല്ലേ, ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുക്ക്ഡ് ആവും. ഇപ്പൊ നിങ്ങൾ പൾസസ് ആണ് കുക്ക് ചെയ്യുന്നെങ്കിൽ അത് ഡ്രൈ ആണ്. അപ്പൊ നിങ്ങൾ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം. അപ്പൊ വെള്ളം നമുക്ക് കഴിക്കുന്ന എന്ത് ഫുഡിലും വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ്. വാട്ടർ ഇല്ലാതെ നമുക്കൊരു ഇൻഗ്രീഡിയന്റ്, വാട്ടർ ഇല്ലാത്ത ഒരു ഫുഡ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണെങ്കിൽ ദാറ്റ് ഹാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് വാട്ടർ അതിനകത്ത്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻ, മിനറൽസ് ആൻഡ് ദ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്. വാട്ടർ കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇതുപോലെ നിങ്ങൾ ഒരു താലി നിങ്ങൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഒത്തിരി, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഡയറ്റിൽ ഒത്തിരിയും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മുടെ മെയിൻ 3/4. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് സ്കൂളിലേക്കോ കോളേജിലേക്കോ കൊണ്ടുവരുമ്പോൾ നമ്മളെ പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ചോറായിരിക്കും, അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും. കറി കുറച്ച് സൈഡിൽ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് കാണുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇപ്പൊ നിങ്ങള് എന്തെങ്കിലും ടാപ്പിയോക്ക അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ടുപോയി ദാറ്റ്സ് ദ ബൾക്ക് ഓഫ് യുവർ ഡയറ്റ്. ബാക്കിയെല്ലാം കറികളെല്ലാം നമ്മുടെ സൈഡ്സ് ആണ്, ചെറിയ ചെറിയ പോർഷൻ സൈസേ ഉണ്ടാവുള്ളൂ. പിന്നെ വൈറ്റ്, അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് ആലോചിച്ചാൽ വൈറ്റ്, ലൈറ്റ് ബ്രൗൺ കളേഴ്സ് ആണ്. ചപ്പാത്തി, ബ്രെഡ്, പിന്നെ ചോറ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഷുഗർ, അതെല്ലാം വൈറ്റ് കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളേഴ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ പ്ലേറ്റിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ, ഞാൻ പറയുന്ന എല്ലാം ഓൾ ഇൻക്ലൂസീവ് 100% അല്ല, ബട്ട് 80% ഓഫ് ദി ടൈം ദീസ് ആർ ദ കളേഴ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബയോകെമിസ്ട്രിയിൽ. ഐം ഷുർ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ +2 പഠിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഒത്തിരി കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി പഠിക്കുമ്പോൾ മോണോസാക്രൈഡ്സ്, ഒളിഗോ പോളിസാക്രൈഡ്സ്. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഇങ്ങനത്തെ കുറെ കാർബോഹൈഡ്രേറ്റ്സിന്റെ പേരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗ്ലൂക്കോസ്, ഫ്രുക്ടോസ്, റാഫിനോസ്, ടാക്കിയോസ്.
ഈ റാഫിനോസ് സ്റ്റാക്യോസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബീൻസ്, ക്യാബേജ്, ബ്രോക്കലി അങ്ങനത്തെ വെജിറ്റബിൾസിലൊക്കെ ഉള്ള സാധനമാണ്. അപ്പൊ നമ്മളോർക്കും അപ്പം ഇങ്ങനത്തെ ഈ ദ റീസൺ വൈ എനിക്ക് ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്തിനാന്ന് വെച്ചാല് ഇവിടെ ഞാൻ പ്രായമായവരെ ഞാൻ കുറെ പേരെ കാണും. അപ്പൊ പ്രായമായവരെ കാണുമ്പോൾ പ്രായമായവർക്ക് ഏറ്റവും അവർ ഡീൽ ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ഇസ് കോൺസ്റ്റിപ്പേഷൻ. അവർക്ക് എല്ലാ ദിവസവും they cannot go to the toilet, so they might have lot of trouble having a bowel movement. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് I need to tell them what can they eat. അപ്പൊ അങ്ങനത്തെ നോക്കുമ്പോൾ I feel like raffinose and stachyos are there, and these are the things like cabbage, Brussels sprouts, they have these kind of carbohydrates in them, which is helping them have a regular bowel movement. They can go to the, they don't have to worry about constipation. Arabinose എന്ന് പറഞ്ഞ carbohydrate is becoming very, I'm sure ഇതൊക്കെ നിങ്ങളുടെ ബയോകെമിസ്ട്രിയിൽ നിങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കുന്നതാണ്, മോണോസാക്കറൈഡ്സിന് എക്സാമ്പിൾസ് ആയിട്ട്. This is something that's getting very interesting these days. Arabinose is a pentose that inhibits sucrase. Sucrose in the activity in a break ചെയ്യാൻ പറ്റും. So that means sucrose, that's most like the majority of the sugar in your diet, ഇതിനെ break down ചെയ്യാനായിട്ട് help ചെയ്യും. അപ്പൊ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. Sucrase is an enzyme that helps break down the sucrose. അപ്പൊ ഈ Arabinose എന്ന് പറയുന്നത് it helps block the sucrase. അപ്പൊ sucrase നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഷുഗർ ഒന്നും അബ്സോർബ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇഫ് പീപ്പിൾ ഹാവിങ് ട്രബിൾ ലൂസിങ് വെയിറ്റ്, അവർക്ക് വെയിറ്റ് ലോസിനായിട്ട് അവര് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയതായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മോണോസാക്കറൈഡ് ആണ് Arabinose. There's lot of papers. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത Arabinose and weight loss എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കാണാൻ സാധിക്കും. ഹെമിസെല്ലുലോസ്, ഇത് നമ്മളെ ബോട്ടണി പഠിച്ച ആർക്കും അറിയാവുന്ന വാക്കാണ് ഹെമിസെല്ലുലോസ് എന്ന് പറയുന്നത്. ഹെമിസെല്ലുലോസ് നോൺ ഡൈജസ്റ്റബിൾ ആണ്. അപ്പൊ നോൺ ഡൈജസ്റ്റബിൾ ഹെമിസെല്ലുലോസിന്റെ കോണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിച്ചാൽ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചാൽ, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിച്ചാൽ, വെൽ ഐ ക്യാൻ സീ ദാറ്റ് പീപ്പിൾ ഹു ആർ ഹാവിങ് ട്രബിൾ വിത്ത് കോൺസ്റ്റിപ്പേഷൻ they can have it. നമ്മൾ ആലോചിക്കും നമ്മള് കഴിക്കുന്ന ഫുഡിനകത്തൊക്കെ ഈ ഹെമിസെല്ലുലോസ്, ദീസ് ആർ ഓൾ, ഇപ്പൊ ഒരു വേർഡ് എന്ന് പറയുന്നതിൽ കൂടുതൽ സീ വിച്ച് ഫുഡ്സ് ഹാവ് ഹെമിസെല്ലുലോസ് ഇൻ ഇറ്റ്. ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഫുഡെല്ലാം കഴിച്ച്, നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞ് അറ്റ് സം പോയിന്റ് നിങ്ങൾ എല്ലാവരും കൂടെ ബി ഹോം മേക്കേഴ്സ്, എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആവാൻ പ്ലാൻ ഉള്ളവരുണ്ടാവും മിക്കവരും. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സീ വാട്ട്സ് ഇൻ ദ ഫുഡ്. What's in the food that you're cooking for your family? നിങ്ങളുടെ മക്കൾക്കായാലും നിങ്ങളുടെ ഫാമിലിക്കായാലും കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൈ ചെയ്യുമ്പോൾ സീ വാട്ട്സ് ഇൻ ദെയർ. ഇങ്ങനെ ഇതുണ്ടോ, എൻ്റെ ദിവസവും ഫൈബർ ഉണ്ടോ, എൻ്റെ ഇതിനകത്ത് എൻ്റെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ. ട്രൈ ടു കുക്ക് എ ഹോൾസം മീൽ ഫോർ ദ ഫാമിലി. എല്ലാ ദിവസവും ഒരു സ്റ്റാർച്ച്, ഒരു പ്രോട്ടീൻ. അതോ എൻ്റെ ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഈസ് ഇറ്റ് മെയിൻ ഓൺ, ഇന്ന് ഞാൻ എല്ലാം കറി വെച്ചതും ഇന്ന് ഞാൻ വെച്ചത് മുഴുവൻ കാർബോഹൈഡ്രേറ്റ് ആണല്ലോ, ഞാൻ ഇന്ന് പൊട്ടറ്റോ തോരൻ വെച്ചു, ഞാൻ ഇന്ന് ചോറ് വെച്ചു, അപ്പൊ ഇന്ന് മൊത്തം അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ആയി അതിനകത്ത്. അപ്പൊ ഐ നീഡ് എ വെജിറ്റബിൾ. അപ്പൊ ഒരു മിക്സ്ഡ് ഡയറ്റ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ നമ്മള് ഇതുപോലത്തെ എന്താ പറയാ, നമുക്ക് ഫുഡിൽ എന്താ ഉള്ളത് എന്നറിയുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രോട്ടീൻസ് ഇപ്പൊ വീഗൻസ് ആണെങ്കിൽ മോളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ തരത്തിലുമുള്ള ലെഗൂംസ്, ലെൻഡിൽസ്, ബീൻസ് ഉണ്ട്. താഴെ നോക്കുവാണെങ്കിൽ മീറ്റും ഫിഷും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ദാറ്റ്സ് ദി അതർ ഓപ്ഷൻ. അപ്പൊ വീഗൻ ഓപ്ഷനും ഉണ്ട്, ദി മീറ്റ് ഈറ്റിംഗ് ഓപ്ഷൻസും ഉണ്ട്. പ്രോട്ടീൻസ് എല്ലാം ഒരു പിങ്ക്, റെഡ്, ഡാർക്ക് ബ്രൗൺ കളർ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചാൽ മതി. എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് ദി ടൈം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ കളറിന് നമ്മുടെ പയറ്, ഉണക്കപ്പയർ എന്നൊക്കെ പറയുന്ന, പിന്നെ കടല, അങ്ങനത്തെ എല്ലാം ഒരു പിങ്ക്, റെഡ്, ഡാർക്ക് ബ്രൗൺ കളറിലേക്കാണ്. മീറ്റുകളെല്ലാം ഒരു പിങ്കിഷ് കളറാണ്, അല്ലെങ്കിൽ ഡാർക്ക് റെഡ് ആണ്. ഇപ്പൊ ബീഫൊക്കെ നോക്കുകയാണെങ്കിൽ ഡാർക്ക് റെഡ് ആണ്. ചിക്കൻ, അങ്ങനത്തെ ടർക്കി ഒക്കെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് പിങ്ക് ആണ്. ഇതിനകത്ത് എനിക്ക് വേറൊരു ഇമ്പോർട്ടൻസ് പറയാനുള്ളത്, എനർജി നോക്കൂ. 4 kcal per എനർജി, 1 gram per എനർജി ആണ്. ഇപ്പൊ നിങ്ങൾ 1 gram പ്രോട്ടീൻ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആകെ 4 kcal, 4 calories മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പൊ somebody who is trying to lose weight, ഇപ്പൊ ഞാൻ ഇവിടെ വന്ന ഒത്തിരി പേര് വണ്ണം കുറയ്ക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവരോട് ഞാൻ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ calories is coming much less from each gram. So if somebody is trying to lose weight, somebody is going to add more weight. If you want a weight gain or weight loss, add more protein. That's a much simpler way to make yourself healthy and stronger. കാരണം മസിൽസ് ആണ് പ്രോട്ടീൻസ്. അപ്പൊ മസിൽ വെയിറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പാടുമില്ല. ഇപ്പൊ പ്രായമായവർക്കാണെങ്കിലും, ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ടീനേജേഴ്സ് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ്, ഇതിനകത്തെല്ലാം ഞാൻ നോക്കുവാണെങ്കിൽ
പ്രോട്ടീൻസ് ഇസ് വാട്ട് ഐ മിസ്. ഞാൻ ഇന്ത്യൻ ഡയറ്റും അമേരിക്കൻ ഡയറ്റുള്ള കമ്പാരിസൺ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഡയറ്റിൽ ഐ ഹാവ് സീൻ പ്രോട്ടീൻസ് ആർ മച്ച് ലെസ്. കൂടുതലും ബൾക്ക് ഗോസ് ടു കാർബോഹൈഡ്രേറ്റ്സ്. ഇൻ അമേരിക്കൻ ഡയറ്റ് വെൻ ഐ സീ മോർ ബൾക്ക് ഗോസ് ടു പ്രോട്ടീൻസ് ആൻഡ് ലെസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് balance ചെയ്യാനായിട്ട് ശ്രമിക്കുക. Add more proteins if you see that your proteins is much less in your diet, or add more carbohydrates if you think that that's what's, add less carbohydrates if you think that there's more carbohydrate in your diet. So try to have a balance in your diet. Fats about proteins, did you see that it was 4k calories per gram? 1 gram കഴിച്ചാ 4 calories കിട്ടുള്ളൂ. But see fats 9, almost double ആണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വണ്ണം കുറയ്ക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ണം വയ്ക്കാൻ നോക്കുമ്പോൾ ഫാറ്റ്സ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന്. കാരണം ഫാറ്റ് 1 ഗ്രാമിൽ നിന്ന് 9 കാലറിയാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കഴിക്കുന്ന ഒരു ഓയിൽസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മീറ്റ് ഒക്കെ കഴിക്കുമ്പോൾ പറയും അതിനകത്ത് ഫാറ്റ് ഒക്കെ ട്രിം ചെയ്ത് കളയുക, പിന്നെ അല്ലെങ്കിൽ ബട്ടർ കുറയ്ക്കുക, അങ്ങനെ ഒത്തിരി ഫാറ്റ് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഐഡിയാസ് ആണ് കൂടുതലും വെയിറ്റ് ഗെയിൻ, വെയിറ്റ് ലോസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സംസാരിക്കുന്നത്. ഇനി ഫാറ്റ് എല്ലാം യെല്ലോ ആണ്. നിങ്ങൾ ആലോചിച്ച മെജോറിറ്റി ഓഫ് നിങ്ങൾ ആലോചിക്കുന്ന എല്ലാ കുക്കിംഗ് ഓയിൽസ് എല്ലാം യെല്ലോ ആണ്. ബട്ടറിന് ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. അങ്ങനെ ഫാറ്റ് മെജോറിറ്റിയും ഒരു യെല്ലോ കളറാണ്. നിങ്ങൾ മീറ്റ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ബീഫിന്റെ ഉള്ളിലും അല്ലെങ്കിൽ പോർക്കിന്റെ ഉള്ളിലൊക്കെ കാണുന്ന മീറ്റിനൊക്കെ ഒരു ലൈറ്റ് യെല്ലോയിഷ് ടെക്സ്ചർ ആണ് മീറ്റിനകത്ത്. ആ ഒരു ക്രീമിഷ് കളർ, നോട്ട് വൈറ്റ്, ഇറ്റ്സ് ക്രീമിഷ് കളർ, ഒരു ടെക്സ്ചർ, ഒരു കളറാണ് ഫാറ്റിനൊക്കെ. ഫാറ്റ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഫാറ്റ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. ട്രാൻസ് ഫാറ്റ്സ് കേട്ടിട്ടുണ്ടാവും. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കേട്ടിട്ടുണ്ടാവും. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കേട്ടിട്ടുണ്ടാവും. പിന്നെ അപ്പം ഇതുപോലെ പലതരം ഫാറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ഫാറ്റ് ആണ് നല്ലത്, ഇതിൽ ഏത് ഫാറ്റ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയേണ്ടിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഞാൻ സംസാരിക്കുമ്പോൾ they will ask me these questions. അപ്പൊ നമുക്ക് ആദ്യം സാച്ചുറേറ്റഡിലേക്ക് പോവാം. മീറ്റ് എല്ലാം സാച്ചുറേറ്റഡ് ആണ്. സോ ബെസ്റ്റ് വേ ടു നോ ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഇസ് സാച്ചുറേറ്റഡ് ഇസ് സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പൊ നിങ്ങൾ മീറ്റിൽ നോക്കിയ മീറ്റിലെ ഫാറ്റ് സോളിഡ് ആണ്. കോക്കനട്ട് ഓയിൽ ഇവിടെയല്ല. ഇപ്പൊ വിന്റർ ആയി, ഇപ്പൊ ഞാനിവിടെ എന്റെ കോക്കനട്ട് ഓയിലിന്റെ കണ്ടെയ്നർ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സോളിഡ്. കട്ട പിടിച്ചാണ് ഇവിടെ കോക്കനട്ട് ഓയിൽ ഇരിക്കുന്നത്. പാം ഓയിൽ ദ സെയിം തിങ്. ഇതെല്ലാം തിക്കർ ആണ്. അപ്പൊ ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ ഞാൻ തണുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഓൾ ബിക്കംസ് തിക്ക്. അതേസമയം ഞാൻ എന്റെ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ലിക്വിഡ് ആണ് ഇപ്പോഴും റൂം ടെമ്പറേച്ചറിൽ. അപ്പൊ അങ്ങനത്തെ അതാണ് അൺസാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി പോളി അൺസാച്ചുറേറ്റഡ്, മോണോ അൺസാച്ചുറേറ്റഡ്, ഇതൊരു ബിഗ് ഡിബേറ്റ് ആണ്. ഇപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വി ഷുഡ് ഹാവ് മോർ omega-3, ലെസ് ഓഫ് omega-6. കാരണം എന്താന്ന് വെച്ചാല് omega-3 is supposed to be helping for your heart health. അപ്പൊ കൂടുതൽ omega-3 ഫാറ്റ്സ് കഴിക്കുന്നവര്, അതായത് ഫിഷ് കഴിക്കുന്നവര്, ഗ്രൗണ്ട് നട്ട്സ് കഴിക്കുന്ന ആൾക്കാര്, അവർക്കൊക്കെ അവരുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഓർ ഹാർട്ട് ഡിസീസ് വരാനിരിക്കാനുള്ള ചാൻസസ് മച്ച് ലെസ് ഇൻ ദാറ്റ്. Polyunsaturated, for example, if you do your sunflower oil, corn oil, അങ്ങനത്തെയൊക്കെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് they find that their chances of having a heart disease is much more when you have an omega-6, which is polyunsaturated fats. So people say that it's recommended that you have more monounsaturated fats. So if somebody is using vegetable oil, പിന്നെ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ try to cut it down. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെജിറ്റബിൾ ഓയിൽ, കൂടുതൽ സൺഫ്ലവർ ഓയിൽ. അതേസമയം ഇഫ് യു യൂസിങ് യുവർ സെസമി ഓയിൽ, നിങ്ങളുടെ എള്ളെണ്ണ, ജിഞ്ചലി ഓയിൽ, പിന്നെ നിങ്ങളുടെ നല്ലെണ്ണ അല്ലെങ്കിൽ കനോള ഓയിൽ, അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് മച്ച് ഹെൽത്തിയർ. അപ്പൊ ഫുഡ് കുക്ക് ചെയ്യുന്നത് റെക്കമെൻഡഡ് ടു ബി മോർ ഇൻ മോണോ അൺസാച്ചുറേറ്റഡ് ഓയിൽസ് ഓർ ഫാറ്റ്സ് കമ്പയർഡ് ടു പോളി അൺസാച്ചുറേറ്റഡ് വൺസ്. വൈറ്റമിൻസ് ഞാൻ പോകുന്നേ ഇല്ല ഇതിനകത്ത്, നിങ്ങൾക്ക് എല്ലാം അറിയാം. ദ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് A, D, E and K. And then you have the water soluble vitamins B and C. Just want to bring your attention to C. C എന്ന് പറഞ്ഞാല് collagen synthesis. Collagen നല്ല സ്കിൻ ടെക്സ്ചറിനൊക്കെ നല്ലതാണ്. അപ്പൊ ഇപ്പൊ ഏജിങ് എല്ലാം സ്ലോ ഡൗൺ ചെയ്യാൻ, ഇപ്പൊ പ്രായമായി കഴിയുമ്പോൾ റിങ്കിൾസ് എല്ലാം ഫോം ചെയ്യും, യു ഹാവ് ലൈൻസ് ഓൺ യുവർ ഫേസ്. ഇപ്പൊ വൈറ്റമിൻ സി, ഇപ്പൊ വൈറ്റമിൻ സി സീറംസ് ഒക്കെ ഞാൻ കാണാറുണ്ട് മാർക്കറ്റിൽ. ആൾക്കാരെല്ലാം വൈറ്റമിൻ സി തേക്കുന്നു കളർ കൂട്ടാൻ, പിന്നെ സ്കിൻ ടോൺ നന്നാക്കാൻ. അപ്പൊ വൈറ്റമിൻ സി ഇസ് സപ്പോസ് ടു ബി ഗുഡ്. അപ്പൊ വൈറ്റമിൻ സി ഇങ്ങനെ ഇങ്ങനെ മുഖത്ത് പെരട്ടുന്ന അല്ലെങ്കിൽ ഒരു സീറമായിട്ട് പറയുന്നതിൽ നല്ലത് ഇഫ് യു ക്യാൻ ഹാവ് മോർ വൈറ്റമിൻ സി ഇൻ യുവർ ഡയറ്റ്. അത് നിങ്ങളുടെ സ്കിൻ ടോൺ തന്നെ മാറ്റി തരും. അപ്പൊ അത് കോളജൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ വൈറ്റമിൻ സിയുടെ ഏറ്റവും വലിയത് നിങ്ങൾ ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്
if you are eating iron, ഇപ്പൊ നിങ്ങളിപ്പോ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു ചീര കഴിച്ചെന്ന്, so if you are eating ഒരു fruit right after it increases the absorption of iron. അപ്പൊ സാധാരണ നമ്മുടെ ഫുഡിൽ നിന്ന് അയൺ അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഒരു ചെറിയ പെർസെൻറ്റേജ്, സ്മോൾ പെർസെൻറ്റേജ് ഓഫ് അയണേ നമ്മുടെ ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ if you are eating a vitamin C, something with vitamin C, ഇപ്പൊ ഒരു ഓറഞ്ച് കഴിച്ചു, അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിച്ചു, ഒരു ബനാന കഴിച്ചു, right after you eat that green leafy vegetable, ഇപ്പൊ ചീര കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഒരു ബനാന കഴിച്ചു, ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ that absorption of vitamin, that iron from that spinach is much more than when you don't eat that banana. അപ്പൊ അതുകൊണ്ട് എല്ലാ തരം ഫുഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നവരാണ്. ഇനി ഇപ്പൊ കൊറോണയാണ്, ഇപ്പൊ കോമൺ അല്ല, കുറെ വൈറ്റമിൻ സി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുറെ വാട്സാപ്പ് മെസ്സേജും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ഹെൽപ്ഫുൾ ആണോ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വൈറ്റമിൻ സി ഇസ് സപ്പോസ് ടു ഡിഫെൻഡ് യു അഗേൻസ്റ്റ് ഇൻഫെക്ഷൻസ്. വൈറ്റമിൻ സിക്ക് ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഇസ് ഗോണ ഗിവ് യു ദി ഇമ്മ്യൂണിറ്റി. കൊറോണ വരാതിരിക്കാനോ കൊറോണയ്ക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടോ ഉപയോഗിക്കണോ എന്നൊന്നും എനിക്കറിയില്ല പറയാൻ. പക്ഷെ ഇഫ് യു ഈറ്റ് വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ സി ആയിട്ടുള്ള ഫുഡ്സ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ it's going to help you give that immunity against most infections. The majority, കുറെ റിസർച്ച് ഇപ്പൊ കൊറോണ വന്നിട്ട് അധികം സമയമായിട്ടില്ല, പക്ഷെ majority of the research I have seen is in common cold. സാധാരണ നമ്മുടെ ജലദോഷപ്പനി, it's can to have a lot of immunity against getting നമ്മുടെ day to day infections. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്നു, അപ്പുറത്ത് ഒരാൾക്ക് ജലദോഷം ഉണ്ടായപ്പോൾ if you are having somebody with good vitamin C in your diet, നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനുള്ള അവരുടെ ഇങ്ങോട്ടേക്ക് പകരാനുള്ള ചാൻസ് കുറവായിരിക്കും, നിങ്ങൾക്കും കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി മിനറൽസ് എന്ന് പറയുമ്പോൾ കാൽസ്യം, ഫോസ്ഫറസ്, നിങ്ങളുടെ ബോൺസ്, അയൺ. ഇപ്പൊ ഞാൻ പറഞ്ഞു അയൺ നിങ്ങളുടെ ബ്ലഡിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. നമ്മൾ I can't stress the importance of iron for women. പെൺകുട്ടികൾക്കും അയണിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് മിനറൽ ഇൻ അവർ ഡയറ്റ്. സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം എല്ലാവർക്കും അറിയാം, ഉപ്പ് സോഡിയത്തിൽ നിന്ന് സോൾട്ടിൽ നിന്ന് വരുന്നതാണ്. പൊട്ടാസ്യം എല്ലാവരും മറന്നുപോകും. പൊട്ടാസ്യത്തിന്റെ കാര്യം ആരും ഓർക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇറ്റ്സ് നോട്ട് എൻ ഇമ്പോർട്ടന്റ് വൺ. പക്ഷെ പൊട്ടാസ്യം ഇസ് സോ ഇമ്പോർട്ടന്റ് ഇൻ യുവർ ഡയറ്റ്. കാരണം എന്താന്ന് വെച്ചാൽ നല്ല ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് ഒരു ഡയറ്റ് തന്നെയുണ്ട്, ഡാഷ് ഡയറ്റ് എന്നാണ് അതിന്റെ പേര്. ആ ഡാഷ് ഡയറ്റിൽ മുഴുവൻ ഫ്രൂട്ട്സ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഫ്രൂട്ട്സിൽ ഏറ്റവും അധികം ഉള്ളത് പൊട്ടാസ്യമാണ്. അപ്പൊ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ ഇഫ് ദേ ഈറ്റ് പൊട്ടാസ്യം കണ്ടെയ്നിങ് ഫ്രൂട്ട്സ് ലൈക്ക് മെയിൻലി ഫ്രൂട്ട്സ്, ബ്ലഡ് പ്രഷർ ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ സോഡിയത്തിന് പൊട്ടാസ്യം സ്വിച്ച് ചെയ്യാൻ, സോഡിയത്തിന്റെ പ്രസൻസിനെ സ്വിച്ച് ചെയ്തിട്ട് പൊട്ടാസ്യമാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവര് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, ഹൈപ്പർ ടെൻഷൻ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ സോൾട്ട് കുറയ്ക്കണം, ഉപ്പ് കുറയ്ക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് അവർ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആണ്. ബിക്കോസ് സോൾട്ടിലെ സോഡിയത്തിന്റെ പ്ലേസ് ഇസ് ടേക്കൺ ഓവർ ബൈ പൊട്ടാസ്യം ദെൻ. അപ്പൊ ബ്ലഡ് പ്രഷർ ഉള്ളവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെൽ ദം ഈറ്റ് മോർ ഫ്രൂട്ട്സ്. പക്ഷെ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയബറ്റീസ് ഉള്ളവർ അവിടെയും സൂക്ഷിക്കണം. അപ്പൊ ബട്ട് എനിവേസ് ഇഫ് ഇറ്റ്സ് ജസ്റ്റ് ഹൈ ബ്ലഡ് പ്രഷർ, encourage more fruits. Magnesium നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ബോഡിയിലെ എനർജി സിന്തസിസ്, ATP സിന്തസിസിന് മെഗ്നീഷ്യം ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞു ചീര, any green leafy vegetable you do, magnesium. എന്തുകൊണ്ടാണ് മെഗ്നീഷ്യം? ക്ലോറോഫിലിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ഇസ് മെഗ്നീഷ്യം. ഇപ്പൊ മെഗ്നീഷ്യം നിങ്ങൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിലിന്റെ ഇമ്പോർട്ടന്റ് നടുക്കത്ത് നിൽക്കുന്ന എലിമെന്റ് ആരാ? മെഗ്നീഷ്യം. Zinc is mostly from meat. പിന്നെ copper is protecting against immunity. ഇനി കാൽസ്യം, അയൺ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മെഗ്നീഷ്യം എപ്പോഴും ഞാൻ പറഞ്ഞു ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മെഗ്നീഷ്യം ഇസ് ഓൾവേസ് സീൻ വിത്ത് കാൽസ്യം. അപ്പൊ കാൽസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം ഇവര് മൂന്നുപേരും ഒരു ഗ്യാങ്ങാ. അപ്പൊ കാൽസ്യം, ഫോസ്ഫറസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യും. കാൽസ്യത്തിന്റെ പ്രസൻസ് അനുസരിച്ച് മെഗ്നീഷ്യത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, മെഗ്നീഷ്യത്തിന്റെ ലെവൽ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാൽസ്യം ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എവിടെ നിന്നാണ്? ഏറ്റവും അധികം കാൽസ്യം വരുന്നത് നമുക്ക് മിൽക്കിൽ നിന്നാണ്. കാൽസ്യം അപ്പോ എന്താ കളറ്? വൈറ്റ്. അപ്പൊ കാൽസ്യം അവിടെ നിന്നാണ്. ഫോസ്ഫറസ് ദ സെയിം തിങ്, വൈറ്റ്. ഇനി അയൺ, ബ്രൗൺ അല്ലെങ്കിൽ റെഡ്, റൈറ്റ്? അപ്പൊ അത് വരുന്നത്, പക്ഷെ അയൺ വരുന്നത് നമ്മുടെ ഫ്രൂട്ട്സ്. അപ്പൊ ഏതൊക്കെയായിരിക്കും ആലോചിച്ച് നോക്കാമല്ലോ. നിങ്ങൾക്ക് റെഡ് കളർ ആയിട്ടുള്ളത് മീറ്റ് ആയിരിക്കും മെയിൻ ആയിട്ടും. പിന്നെ ചില മിക്ക ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനകത്ത് നിങ്ങൾക്ക് അയൺ കിട്ടും. പിന്നെ പൊട്ടാസ്യം ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു ഇതിന്റെ ബാക്ക് സ്ലൈഡില്, യെല്ലോ. അപ്പൊ പൊട്ടാസ്യം വരുന്നത് എവിടെയായിരിക്കും? ഏതൊക്കെ ഫ്രൂട്ട്സിലായിരിക്കും? ബനാന. നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ബനാന. അപ്പൊ പൊട്ടാസ്യത്തിന്റെ എന്താന്ന് വെച്ചാല്, പൊട്ടാസ്യം ഈ
മസ്കുലാർ ക്രാംസ്, ഇപ്പം നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ പീരിയഡ്സ് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ക്രാംസിന് പൊട്ടാസ്യം ഈസ് റിയലി ഗുഡ്. പ്രഗ്നന്റ് വിമൻ, ഇവിടെ പ്രഗ്നൻസിയുടെ 3rd ട്രൈമിസ്റ്റർ, ഇപ്പൊ ലാസ്റ്റ് 3 months ഒക്കെ ആകുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് കാലുമേക്ക് ഒത്തിരി ക്രാംസ് ഒക്കെ വരാറുണ്ട്, ഒത്തിരി സ്ത്രീകൾക്ക്. അവരോടൊക്കെ ഞാൻ പറയും പൊട്ടാസ്യം അധികമുള്ള ഫുഡ് കഴിക്കാൻ പറയും. അപ്പം ബനാനയാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ഓറഞ്ച് അങ്ങനത്തെ. അപ്പൊ കാലുമ ക്രാംസ് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാലുമേക്ക് വേനയുണ്ട്, തൈസിൽ വേനയുണ്ട്, കാഫ് മസിൽസിൽ വേനയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പൊട്ടാസ്യം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ ഇപ്പൊ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് ചിലർക്കൊക്കെ ഒത്തിരി ക്രാംസ് വരുന്നുണ്ടാവും, അബ്ഡോമിനൽ ക്രാംസ്. അപ്പൊ പൊട്ടാസ്യം ഈസ് ഹെൽപ്പിംഗ് ആ ക്രാംസിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പൊട്ടാസ്യം ഇസ് വൺ ഓഫ് ദം. ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ടു ഇത് വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്. അവിടെ മാത്രമേ ഇനി നമുക്ക് പോകേണ്ടുള്ളൂ. ഇതാണ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഓർ ഫൈറ്റോ കെമിക്കൽസ്. ഇതാണ് നിങ്ങൾ ഈ വാക്കില് ഇതിനകത്ത് എത്ര എണ്ണം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്? ഐ എം ഷുവർ കുറെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോ 3rd years ഉണ്ടാവണം, MSc കാരുണ്ടാവണം, അവരാരെങ്കിലൊക്കെ ഇതിനകത്ത് കേട്ടിട്ടുണ്ടാവും. മിക്ക വാക്കുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിനകത്ത്. കരോട്ടിനോയിഡ്സ്, ലൈക്കോപീൻ. ലൈക്കോപീൻ എവിടെയാ? ലൈക്കോപീൻ കുറച്ചുകൂടെ സ്ലൈഡ് മുന്നോട്ട് പോയ ലൈക്കോപീൻ എവിടെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈക്കോപീൻ ആർക്കറിയാം? ലൈക്കോപീൻ എവിടെയാ കേട്ടിട്ടുള്ളത്? ആരെ ലൈക്കോപീൻ കേട്ടിട്ടില്ല? ടൊമാറ്റോ. ഇനി അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബീറ്റ കാരോട്ടീൻ, കരോട്ടിനോയിഡ്സ്, കാരറ്റ്സ് അവിടെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഫ്ലാവനോയിഡ്സ്, ആന്തോസയാനിൻ. ആന്തോസയാനിൻ കേട്ടിട്ടില്ല? പോട്ടെ. തയോസൾഫൈഡ്സ്, അല്ലിൻ. കേൾക്കുമ്പോ തന്നെ അലിയം സെറ്റൈവ. അലിയം സെറ്റൈവ എന്താ? ഉള്ളി. ഓക്കെ. ഡയറ്ററി ഫൈബർ, ലിഗ്നിൻ, പെക്റ്റിൻ, സെല്ലുലോസ്, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിസ്സലേനിയസ്, സെലീനിയം, ഫൈറ്റോസ്റ്റിറോൾ ആൻഡ് സ്റ്റാനോൾ. ഈ ഫൈറ്റോസ്റ്റിറോൾ സ്റ്റാനോളും ഒരു പ്രസന്റേഷൻ തന്നെയായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു സാധനമാണ്. കാരണം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ആനിമലിന്റെ ഫാറ്റ് ആണ്, ഫൈറ്റോസ്റ്റിറോൾ എന്ന് പറയുന്നത് പ്ലാന്റിലെ ഫാറ്റ് ആണ്. ഈ ഫൈറ്റോസ്റ്റിറോളിലാണ് ഞാൻ എൻ്റെ റിസർച്ച് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഫൈറ്റോസ്റ്റിറോളിലാണ്. അപ്പോൾ എൻ്റെ ഗൈഡ് എന്ന് ഫൈറ്റോസ്റ്റിറോളിലായിരുന്നു കൂടുതൽ റിസർച്ച് ചെയ്തിരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാല് ഫൈറ്റോസ്റ്റിറോൾ ഫൈറ്റോസ്റ്റിറോൾ നമ്മുടെ ബോഡി ആകെ ഇപ്പൊ കൊളസ്ട്രോൾ 50% നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കൊളസ്ട്രോൾ അധികമായിട്ടുള്ള ഫുഡ്, ഇപ്പൊ കൂടുതൽ മീറ്റ്, ഫ്രൈഡ് ഫുഡ്സ് ഒക്കെ കഴിച്ചാൽ കൊളസ്ട്രോൾ ഇസ് അബ്സോർബ് 50%. അതേസമയം ഫൈറ്റോസ്റ്റിറോൾ അതായത് പ്ലാന്റിന്റെ ഫാറ്റ്സ് ഇസ് ഓൺലി അബ്സോർബ്ഡ് 5%. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒത്തിരി ഇമിറ്റേഷൻ ബട്ടേഴ്സ് ഭയങ്കര പോപ്പുലർ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കൊക്കെ ശരിക്കുള്ള ബട്ടറും ഓയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്ലാന്റ് ഫാറ്റ്സ്, ഇമിറ്റേഷൻ ബട്ടർ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ബ്രാൻഡുകൾ കിട്ടും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള സാധനമാണ് ഈ സ്റ്റെനോൾ എന്ന് പറയുന്നത്, സ്റ്റെനോൾ ആൻഡ് ഫൈറ്റോസ്റ്റിറോൾ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതിനകത്ത് ഇത് ഇറ്റ്സെൽഫ് ഈ ഫൈറ്റോസ്റ്റിറോളിനെ പറ്റി ഒത്തിരി റിസർച്ച് ഇപ്പൊ കയറി വരുന്നുണ്ട്. ഫൈറ്റോസ്റ്റിറോൾ ഇസ് ഷോൺ ടു സേ ദാറ്റ് ഇപ്പൊ ആൾക്കാർ ഇത് ഇഫ് യു കുക്ക് വിത്ത് ഇപ്പൊ ഫാറ്റ് മാറ്റി ഫൈറ്റോസ്റ്റിറോൾ അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ ബട്ടർ എന്നാണ് അതിനെ പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട്. ഇറ്റ്സ് റിയലി പ്ലാന്റ് ബട്ടർ. അപ്പോൾ എന്താ ആനിമൽ ബട്ടർ അല്ലാത്തതുകൊണ്ട് ഇമിറ്റേഷൻ ബട്ടർ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഇമിറ്റേഷൻ ബട്ടർ വെച്ച് കുക്ക് ചെയ്താല് നമ്മുടെ ഡയറ്റിലെ ഫാറ്റിന്റെ ഒരു വലിയ പെർസെന്റേജ് തന്നെ എനിക്കറിഞ്ഞൂടെ അവിടെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുണ്ട്. സ്മാർട്ട് ബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ബ്രാൻഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അതിന്റെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ കാണുമായിരിക്കും, കുറച്ചുകൂടെ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഉണ്ടാവണം. അതിന്റെ എല്ലാം നിങ്ങൾ അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് എടുത്ത് നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുഡ് മേടിക്കുമ്പോൾ ഇനി മുതൽ പോയിട്ട് അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കൂ. ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ് ടു സീ. ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിനകത്ത് പോയി നോക്കുക, അതിനകത്ത് സ്റ്റെനോൾ നിങ്ങൾ കാണും. ആ സ്റ്റെനോൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബട്ടർ ആണ്. ഇറ്റ്സ് സോ സേഫ് ടു ഈറ്റ്. കുറെ ആൾക്കാർ പറയും അത് പ്ലാന്റ് ബട്ടർ ആണ്, അത് കഴിക്കില്ല, അത് ഡൈജസ്റ്റ് ചെയ്യില്ല, ഡയറി ഉണ്ടാവും എന്നൊക്കെ കുറെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഇറ്റ് ഈസ് റെഗുലർ ബട്ടർ, ടേസ്റ്റ് ലൈക്ക് ബട്ടർ. പക്ഷെ ഇറ്റ് ഹാസ് നമുക്ക് ടേസ്റ്റും കിട്ടും, പക്ഷെ റെഗുലർ ബട്ടറിന്റെ അത്രയും കാലറീസും ഇല്ല, ഫാറ്റും ഇല്ല. സോ ഇറ്റ്സ് മച്ച് സേഫർ ടു യൂസ്. അത് വേറെ എന്തെങ്കിലും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഫൈറ്റോസ്റ്റിറോൾ ആൻഡ് സ്റ്റെനോൾ ഇസ് സച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. So carotenoids, they're red, orange, yellow.
ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന എല്ലാ ടൊമാറ്റോസും നിങ്ങളുടെ ക്യാരറ്റ്സും ഇതിനെല്ലാം ഇറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കരോട്ടിനോയിഡ്സ് വൈറ്റമിൻ എ നിങ്ങളുടെ ഐയുടെ ഹെൽത്ത്. പിന്നെ ക്യാൻസർ ഗ്രോത്തിന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹാർട്ട് ഡിസീസിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൂസ്റ്റ് ഇറ്റ്സ് സപ്പോസ് ടു ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി. വൈറ്റമിൻ എ ഇറ്റ്സ് സപ്പോസ് ടു ഹാവ് ഗ്രേറ്റ് ഇമ്മ്യൂണിറ്റി പവേഴ്സ്. ഫ്ലാവനോയിഡ്സ് നിങ്ങൾ കഴിക്കുന്ന ബെറീസ്, ആപ്പിൾസ്, സിട്രസ്, അനിയൻസ്. കാരോട്ടിനോയിഡ്സിന്റെ കളർ കണ്ടോ? ഓറഞ്ച്. ഫ്ലാവനോയിഡ്സ് ആർ മോർ റെഡ്. അപ്പൊ അതിനകത്ത് ബെറീസ്, ആപ്പിൾ, സിട്രസ്, അനിയൻസ്. അപ്പൊ കുറച്ചും കൂടെ നല്ല പർപ്പിൾ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഫുഡിലാണ് ഫ്ലാവനോയിഡ്സ് കാണുന്നത്. ഇതെല്ലാം ഇങ്ങനെ എല്ലാം മിക്കതും നമുക്കൊരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ആണ്. ഇതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ആണ്. ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് പ്രിവെന്റ്സ് ക്യാൻസർ, പിന്നെ പ്രൊട്ടക്ട്സ് ഫ്രം ഇൻഫെക്ഷൻ, പിന്നെ പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഓരോ ഓർഗൻസിന് ഉണ്ടാവുന്ന ഡാമേജ് ചെയ്യുന്ന, ഇപ്പൊ ഹാർട്ട് ഡിസീസ്, ഇപ്പൊ പ്രായമാകുമ്പോൾ പറയും ചിലർക്ക് കിഡ്നി ഡിസീസ് ഉണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച കുറയുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി ആന്റി ഓക്സിഡന്റ് അല്ലെങ്കിൽ എന്താ പറയുക പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പവേഴ്സ് തരുന്നതാണ് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലുള്ളത്. ആന്തോസാനിൻസ് അഗെയിൻ പർപ്പിൾ. നിങ്ങൾ കഴിച്ചിട്ടുള്ള എന്ത് പർപ്പിളും നിങ്ങൾ കഴിച്ചാലും, ആരും എഗ് പ്ലാന്റ് കഴിച്ചില്ല, ആരും വഴുതനങ്ങ കഴിച്ചില്ല എന്ന് ആരും ആ കളർ ആർക്കും കണ്ടില്ല. ഓക്കെ, സോ റെഡ് ക്യാബേജ് പലപ്പോഴും എല്ലാവരും, എന്റെ ഫേവറേറ്റ് ഒന്നും അല്ല, എന്നാലും കഴിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. പിന്നെ ബീട്രൂട്ട് കഴിച്ചു എന്ന് പറഞ്ഞു ആരോ. അപ്പൊ ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ടാണ് പറയുന്നത്. റെസ്വെറേറ്റോൾ നിങ്ങൾ ആ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഇനി ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കും. നല്ല ഡാർക്ക്, കുറച്ച് ബിറ്റർ ആണ്, എന്നാലും വല്ലപ്പോഴൊക്കെ ഒരിക്കൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു നോക്കൂ. അപ്പോൾ അതുപോലെ റെഡ് ഗ്രേപ്സ്, നല്ല ചുവന്ന മുന്തിരിങ്ങ. ഇപ്പം ആരെങ്കിലുമൊക്കെ വൈൻ കുടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് റെഡ് ഗ്രേപ്സ് ആണ്. അപ്പോൾ അത് വൈൻ ഇസ് സപ്പോസ് ടു ബി ഗിവിങ് റെസ്വെറേറ്റോൾ. അത് ലോഞ്ചെവിറ്റി അഗെയിൻ. ഇതെല്ലാം ഈ എല്ലാ ഫൈറ്റോ കെമിക്കൽസും ഇസ് ഗിവിങ് യു ദ ഇമ്മ്യൂണിറ്റി, ദ പ്രൊട്ടക്ഷൻ പവർ. ഇതിനകത്ത് ഏറ്റവും തമാശ എന്താന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ കുറിച്ചുള്ള റിസർച്ച് എല്ലാം ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതായത് ഇനി ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും ഒരു ദിവസം എത്ര നിങ്ങൾ കഴിക്കണം. നിങ്ങളുടെ ഹൈറ്റും ബോഡി വെയിറ്റ് എന്നോട് പറയൂ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങൾ എത്ര ശതമാനം നിങ്ങൾ കഴിക്കണമെന്ന്. പക്ഷെ എന്റെ അടുത്ത് ചോദിക്കൂ ആന്തോസാനിൻ എന്തോരം കഴിക്കണം, എനിക്കറിയില്ല. ദ റിസർച്ച് ഇസ് കമ്മിങ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ഫൈറ്റോ കെമിക്കൽസും നമ്മള് ഇങ്ങനെ ചെറിയ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം കഴിക്കണം എന്നുള്ളതിന്റെ റിസർച്ച് ഒന്നും ഇപ്പോഴും ക്ലിയർ അല്ല. ഇറ്റ്സ് ഓൾ സ്റ്റിൽ ഗോയിങ് ഓൺ. സോ സച്ച് എൻ അപ്കമിങ് ഫീൽഡ്. ഇനി സൾഫൈഡ്സ് ആൻഡ് തയോൾസ്, നിങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് അലിയം സിറ്റൈവം, അങ്ങനെ അലിയം സിപ്പ് ഇതിനകത്തുള്ളതാണ്. ഇത് ഉള്ളി കഴിക്കുന്നത് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. ഉള്ളി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നത്, LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സച്ച് എ വാലിഡ് തിയറി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ കറി വെക്കുമ്പോൾ ആഡ് ചെയ്യുന്ന അണിയൻസ് നിങ്ങൾ ആഡ് ചെയ്യുന്ന വെളുത്തുള്ളി, പിന്നെ ചെറിയ ചുവന്നുള്ളി, ഇതെല്ലാം ആഡ് ചെയ്യുന്നതെല്ലാം ഇറ്റ്സ് ഗിവിംഗ് യു സം കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഹൈ കൊളസ്ട്രോൾ. ഐസോതയോസൈനേറ്റ്, സൾഫൈഡ്സ് ആൻഡ് തയോൾസ് വൈറ്റ്. ഐസോതയോസൈനേറ്റ് നിങ്ങൾ കഴിക്കുന്ന ക്യാബേജ്, കോളിഫ്ലവർ ഇതിനകത്ത് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ, ആ കളറിൽ കഴിക്കുന്നത് ഐ എം ഷുവർ ഇതിനകത്ത് കുറെയെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ബ്രോക്കലി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കോളിഫ്ലവർ. പിന്നെ ഇതിനകത്ത് കാണുന്ന മിക്കതും ഐ ക്യാൻ സീ ഇൻ സൂപ്പർ മാർക്കറ്റ്സ് ഹിയർ. ക്യാബേജ് ഇങ്ങനത്തെ ഇതൊക്കെ ഇറ്റ്സ് പ്രൊട്ടക്ടിങ് അഗെയിൻസ്റ്റ് ക്യാൻസർ. ഇത് ലൂട്ടീൻ ആൻഡ് സിയസാന്തിൻ, ഡാർക്ക് ലീഫി ഗ്രീൻസ്. നിങ്ങളുടെ ഒരു യെല്ലോയിഷ് ഗ്രീൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പലതും ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സ്ലൈഡും ഇതുമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതും ഇതും കോമൺ ആണ്. ഇപ്പൊ ടേണിപ്പ് ഗ്രീൻസ് ഞാൻ ഇതിന് മുൻപ് കാണിച്ച സ്ലൈഡിലുണ്ടായിരുന്നു, ബ്രോക്കലി ഇതിന് മുൻപ് കാണിച്ച സ്ലൈഡിലുണ്ടായിരുന്നു. അപ്പൊ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം പവർ ഫുഡ് എന്ന് പറയും. ഈ പവർ ഫുഡ്സ് ഒരെണ്ണം കഴിച്ചാൽ, അല്ലെങ്കിൽ സൂപ്പർ ഫുഡ്സ് എന്ന് പറയും. സൂപ്പർ ഫുഡ്സ് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് സോ മെനി ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് സോ മെനി മൈക്രോന്യൂട്രിയൻസ്. ചില ഫുഡിന് അതാണ് അവർ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ബ്രോക്കലിനെ ഞാൻ സൂപ്പർ ഫുഡ് ആണെന്ന് പറയാം. കാരണം അയൺ കിട്ടും, ലൂട്ടീൻ ആൻഡ് സിയോസാന്തിൻ കിട്ടും, എനിക്ക് ഐസോതയോസൈനേറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ പവർ ഫുഡ്സ് അല്ലെങ്കിൽ സൂപ്പർ ഫുഡ്സ് ഉണ്ട്. അപ്പൊ ഒരു ഫുഡിൽ നമുക്ക് എല്ലാ മൈക്രോന്യൂട്രിയന്റും കിട്ടും. കാരറ്റ്സ് ഇസ് വൺ സച്ച്. ചില്ലി പെപ്പേഴ്സ്, നമ്മുടെ സാധാരണ മുളകിനെ പറ്റി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര കളർ മുളകുണ്ട്, എല്ലാ കളർ മുളക്. ഇപ്പൊ നമ്മുടെ അവിടെ തന്നെ ബെൽ പെപ്പേഴ്സ്, നമ്മുടെ ക്യാപ്സിക്കം, എത്ര തല ക്യാപ്സിക്കം ഉണ്ട് അതിനകത്ത്. അപ്പൊ അതിനകത്ത് CE കരോട്ടിനോയിഡ്സ് ഉണ്ടെന്ന് പറയുന്നു. ഇറ്റ്സ് സപ്പോസ് ടു ബി ഹാർട്ട് ഹെൽത്തി. ഇപ്പൊ നമ്മള് ക്യാപ്സിക്കൊക്കെ വെറുതെ കഴിക്കുന്നവരുണ്ട്. അപ്പൊ അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡൻസ് അഗെയിൻ. ഈ പെപ്പറിനെ പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇപ്പൊ വന്നെന്താന്ന് വെച്ചാൽ, വളരെ എരിവുള്ള മുളകിന്ന് ഒരു ക്യാപ്സിക്കം എന്ന് പറഞ്ഞ ക്യാപ്സിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം ഇപ്പോ
പെയിൻ റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഒരു സർജറി എല്ലാം കഴിഞ്ഞ് അവിടെ ഹീൽ ചെയ്യുന്ന സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഇപ്പൊ ഒരു ആക്സിഡന്റിലൊക്കെ പറ്റി ഒരു എല്ലാ വൂൺസ് ഒക്കെ ഹീൽ ചെയ്തു, പക്ഷെ സ്റ്റിൽ ദേ ആർ ഗോയിങ് ത്രൂ ദ പെയിൻ. അങ്ങനത്തെ ആൾക്കാർക്ക് ക്യാപ്സസീനുള്ള ഒരു ലോഷനോ ഓയിൻമെന്റോ എടുത്തിട്ട് അതിന്റെ മുകളിൽ പരട്ടുകയാണെങ്കിൽ ദേ ആർ സേയിങ് ദാറ്റ് പെയിൻ ഇസ് മച്ച് റെഡ്യൂസ്ഡ്. ഇതും ഒരു അപ്കമിങ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഇൻട്രസ്റ്റ് ആണ്. ഈ മുളകിന്നാണ് ഇതിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്, ക്യാപ്സസീൻ എന്ന് പറഞ്ഞ എൻസൈമിനെ. Then you have potatoes നമ്മുടെ ഉരുളക്കിഴങ്ങ്. Potatoes is vitamin C. Potatoes is something is some potassium ഒത്തിരി ഉള്ളത് ഇതാണ്. So again I told you potassium കഴിക്കുന്നത് എന്തിനാണ്. So potassium is very high in potatoes. പക്ഷെ പൊട്ടാറ്റോ സൂക്ഷിക്കേണ്ടത് are people with diabetes. കാരണം it's equivalent to rice. ഇപ്പം ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതും റൈസ് കഴിക്കുന്നതും ഒരേപോലെ തന്നെയാണ് സ്റ്റാർച്ചിന്റെ കണ്ടന്റിൽ. അപ്പോൾ ഇപ്പൊ ഡയബറ്റീസ് ഉള്ളവര്, ഷുഗർ ഉള്ളവര് റൈസ് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ കൺട്രോൾ ചെയ്യേണ്ട ഒന്നാണ് പൊട്ടാറ്റോ. മാംഗോ, നമ്മുടെ സാധാരണ നമ്മുടെ മാമ്പഴം ഇപ്പൊ സീസൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പൊ മാംഗോ ഇസ് ഗുഡ് ഫോർ അനീമിയ. നമ്മുടെ ബ്ലഡ് കണ്ടന്റിൽ ഒത്തിരി അയേൺ ഉണ്ട് മാംഗോയില്. പൊട്ടാസ്യം അഗെയിൻ ഉള്ളതുകൊണ്ട് എലിവേരിങ് മെൻസ്ട്രുവൽ ആൻഡ് മസ്കുലർ ക്രാംസ് മാങ്ങ കഴിക്കുന്നത്. അതിനകത്തുള്ളത് ഡൈജഷന് നല്ലതാണ്. പിന്നെ ഈ ആംചൂർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ റോഡ് സൈഡിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ മുകളിൽ ഒരു ചെറിയ ബ്രൗൺ പൗഡർ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും, ആംചൂർ എന്ന് പറഞ്ഞ്. അത് ഫ്ലേവർ എൻഹാൻസർ ആണ്. അത് ഡ്രൈഡ് മാംഗോന്റെ പീലിൽ നിന്നാണ് അത് എടുക്കുന്നത്. പക്ഷെ മാംഗോ ഇസ് ഗുഡ് ഫോർ വൈറ്റമിൻ സി. നോക്കൂ, ഫൈബർ ഉണ്ട്, ബീറ്റാ കാരോട്ടിൻ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, B1, B2, B3, B6, സിങ്ക് ആൻഡ് കാൽസ്യം. ഇറ്റ്സ് എ പവർ ഫുഡ്. മാംഗോയിലെ ഫ്രൂട്ട്സ് ഇത് കണ്ടോ, കാർബോഹൈഡ്രേറ്റ്സ് കണ്ടോ, കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ അതുകൊണ്ടാണ് ഇതും അഗെയിൻ യു ഹാവ് ടു റെസ്ട്രിക്ട് ഇറ്റ്. അപ്പൊ ഇങ്ങനെ ഈ ഇൻഫർമേഷൻ, ഈ ഒരു ടേബിള് എല്ലാ ഫുഡിനും എനിക്ക് ഐ ഷുഡ് ബി ഏബിൾ ടു നോ ഹൗ ടു റീഡ് ദിസ് ടേബിൾ ഫോർ എവറി ഫുഡ് ദാറ്റ് ഐ ഹാവ്. ഇനി എന്റെ മുൻപിൽ വരുന്ന എനിക്ക് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഏത് ഫുഡിനും ഞാൻ ഇതുപോലെ ഒരു ടേബിൾ എന്റെ കയ്യിലുണ്ടാവും. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂട്രിറ്റീവ് ടേബിൾ എന്നുള്ള നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിനകത്ത് കാണുന്നത് ഇതെല്ലാം. പൊട്ടാസ്യം നോക്കൂ, 156 milligram ആണ് അതിനകത്ത്. വൈറ്റമിൻ എ നോക്കൂ, വൈറ്റമിൻ എയുടെ ഒരു പവർ ഫുഡാണ്, സൂപ്പർ ഫുഡാണ് മാംഗോ എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, ഷുഗേഴ്സ് ഉണ്ട് ഒത്തിരി അതിനകത്ത്. അപ്പൊ ആ ഷുഗർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒത്തിരി, ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഷുഗർ ഇൻ ദാറ്റ് മാംഗോ. ഇത് 100 grams ഓഫ് മാംഗോ ആണ്. 100 grams ഓഫ് മാംഗോ എന്ന് പറഞ്ഞാൽ ഹാഫ് എ കപ്പ് ഓഫ് മാംഗോ. നിങ്ങൾ മാങ്ങ ചെത്തി ഒരു കപ്പിലിട്ട് ഹാഫ് എ കപ്പ് 4 ounce എന്ന് പറയുന്ന ഒരു ഹാഫ് കപ്പിലുള്ള മാംഗോന്റെ ഉള്ള കാർബോഹൈഡ്രേറ്റ്സും ഫൈബറും ആണ് ഈ കാണുന്നത്. എന്റെ ഗ്രാൻഡ് ഫാദറിന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ മാങ്ങയുടെ സീസൺ ആവുന്ന സമയത്ത് what we do is ആ സമയത്ത് ഈ അപ്പാപ്പന് ചോറും അങ്ങനത്തെ ഒന്നും കൊടുക്കില്ല. We only just give him mangoes. He said I only want mangoes. അപ്പൊ അങ്ങനെ മാങ്ങ മാത്രമായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് ഡയബറ്റീസ്, ഒത്തിരി ഹൈ ഷുഗർ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് വെരി ഷുഗർ പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട് മാംഗോസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ. ഗ്രേപ്സിലും നോക്കൂ, AC, ഇതെല്ലാം പവർ ഫുഡ്സ് ആണ്. ഇപ്പൊ നമ്മുടെ സാധാരണ കഴിക്കുന്ന ഒത്തിരി ഫുഡ്സ് ഉണ്ട് വിച്ച് ആർ പവർ ഫുഡ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇപ്പൊ ഇതുപോലെ കളേഴ്സ് ആഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഇങ്ങനെ എത്നിക്, ഇങ്ങനെ സൂപ്പർ നോവൽ ആയിട്ടുള്ള പുതിയ ഫുഡ് ഒന്നും ഇതൊന്നും വേണ്ട. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡ് ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ്സ് പാർട്ട് ഓഫ് 3 to 5 times a week. ആഴ്ചയിൽ 3 തൊട്ട് 5 പ്രാവശ്യം വരെ കഴിച്ചാൽ മതി. 3 to 5 days a week, ജസ്റ്റ് ഹാവ് ദം. ഗ്രേപ്സ് ഉണ്ട്. വേറൊരെണ്ണം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ, ഞാനിത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്, പപ്പായ ഈസ് അനദർ സൂപ്പർ ഫുഡ് ഫോർ മീ. ഇതിനകത്ത് ലാക്സറ്റീവ് ഉണ്ട്. അപ്പോൾ ഗ്രേപ്സ് കഴിക്കുന്നവര്, ഇപ്പൊ റേസിൻസ്, ഡ്രൈഡ് ഗ്രേപ്സ്, നമ്മൾ ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. അപ്പൊ ഉണക്കമുന്തിരി കഴിക്കുന്ന ഇറ്റ്സ് ഗുഡ് ഫോർ കോൺസ്റ്റിപ്പേഷൻ. അപ്പൊ ഇപ്പൊ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഞങ്ങള് നാട്ടിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ റേസിൻസ്, ഉണക്കമുന്തിരിയുടെ ഒരു കുഞ്ഞു പാക്കറ്റോട് മേടിക്കാൻ കിട്ടും. ഞാനത് കയ്യിൽ പിടിക്കും. കാരണം യാത്രയെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഭയങ്കര കൂടുതലാണ്. കാരണം പ്ലെയിനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഡ്രൈ ആവും, വാട്ടർ കണ്ടന്റ് ഒക്കെ കുറയുമ്പോൾ constipation is a big issue when you travel quite a bit. അപ്പൊ അതുപോലെ ഗ്രേപ്സ്, ഉണക്കമുന്തിരി, ഇറ്റ്സ് ഗുഡ് ഫോർ ദാറ്റ്. ബനാന, നമ്മുടെ another super food. കാർബോഹൈഡ്രേറ്റ്സ്, ഇതിനകത്ത് 100 gram ഓഫ് ബനാന എന്ന് പറഞ്ഞാൽ ഒരു ചെറുപഴമാണ് 100 grams ഓഫ് ബനാന എന്ന് പറയുന്നത്. ഒരു ചെറിയ നമ്മളൊരു എന്താ പറയാ, പൂവമ്പഴം എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് തന്നെ നോക്കുക എത്ര ഷുഗർ ഉണ്ടെന്ന്. അതിനകത്ത് ഫൈബറും ഉണ്ട്, പൊട്ടാസ്യം, അതാണ് സൂപ്പർ ഫുഡ് അഗെയിൻ, ഇറ്റ്സ് പൊട്ടാസ്യം. സോ ഹെൽത്തി ബെനിഫിറ്റ്സ്, 100 calories ഓഫ് ഇതുണ്ട് ഒരു ചെറിയ പഴത്തില്. പക്ഷെ കൂടുതൽ കഴിച്ചാലും അതും പ്രശ്നമാണ്. ഹെൽത്തി ബൗൾ മൂവ്മെന്റ്, പൊട്ടാസ്യൻ്റെതാണ് ഞാൻ ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞത്. ഹൈ ബ്ലഡ് പ്രഷറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡാഷ് ഡയറ്റ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കും,
അതുകൊണ്ട് ഹാർട്ട് ഡിസീസിന് കുറവുണ്ടും. വൈറ്റമിൻ B6 ഫങ്ഷനിങ് ഓഫ് നെർവസ് സിസ്റ്റം, വൈറ്റ് ബ്ലഡ് സെൽസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ കൂടുതൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ബനാന നല്ലതാണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് ഇസ് സംതിങ് ദാറ്റ് ഗിവ്സ് us immunity. Tomatoes, lycopene, rich source of vitamins. ഒരു ടൊമാറ്റോ കഴിച്ചാൽ you can have 40% of the vitamin C for the day. ഒരെണ്ണം. അപ്പോൾ നമ്മൾ രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം ടൊമാറ്റോസ് അതിനകത്തുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. സോ ദാറ്റ്സ് അഗെയിൻ എ സൂപ്പർ ഫുഡ്. ഹൈ പൊട്ടാസ്യം, മെയിൻറ്റെയിൻ നെർവ് ഹെൽത്ത്. പിന്നെ ബ്ലഡ് ഹെൽത്തിന് അയൺ നല്ലതാണ്. അയൺ ഉണ്ട്. അപ്പോൾ അയൺ ഒത്തിരി ഉണ്ട് ടൊമാറ്റോസ് ബിക്കോസ് ഇറ്റ്സ് റെഡ്. ഇനി വൈറ്റമിൻ കെ അതിനകത്തുണ്ട്. ഐ തിങ്ക് സ്ക്രീൻ ആ ഭാഗം ബ്ലഡ് ആണ്. പക്ഷെ വൈറ്റമിൻ കെ ഒത്തിരി ഉള്ളതാണ്. വൈറ്റമിൻ കെ നിങ്ങൾക്കറിയാം ബ്ലഡ് ക്ലോട്ടിങ്ങിന് എന്തെങ്കിലും മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീൽ ചെയ്യണമെങ്കിൽ യു നീഡ് വൈറ്റമിൻ കെ. സോ ദാറ്റ്സ് ദി എൻഡ്. സോ പറയൂ, വാട്ട് കളർ ഡു യു പിക്ക് ടുഡേ? ഇന്ന് എന്ത് കളറാണ് എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നത്? ഏത് കളറാണ് ഇതിനകത്തുനിന്ന് പിക്ക് ചെയ്യുന്നത്? and I just recommend that you should pick a color. എല്ലാ ദിവസവും 2-3 കളർ ഇതിനകത്തുനിന്ന് നിങ്ങൾ പിക്ക് ചെയ്യണം എവറി ഡേ. ഫ്രൂട്ട്സും വെജിറ്റബിൾസിന്. കാരണം ബാക്കിയെല്ലാം ചുമ്മാ ബ്രൗണും വൈറ്റും ഒക്കെയാണ്. മീറ്റിന്റെ ഒരു കളർ ഉണ്ട്. പക്ഷെ തിങ്ക് അബൌട്ട് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. വിച്ച് കളർ ഡു യു വാണ്ട് ടു പിക്ക് ടുഡേ? ഏതെങ്കിലും 1-2. സോ ടെൽ മീ വിച്ച് വൺ. അതുപോട്ടെ, ഇത് പറയൂ, which one do you think was the most informative of this? What part was the most informative of this? ഈ പ്രസന്റേഷനിൽ ആർക്കെങ്കിലും പുതിയത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ you can ask questions now or any comments. സംശയങ്ങൾ? any questions, doubts, nothing? ഉറങ്ങിപ്പോയോ? Hi, ma'am. May I? Yeah. I'm Christy from Vimla College. So, Okay. I heard about the phytoestrogen. You know, it's to sustain menopause kind of ladies. It seems like it helps to elevate the estrogen level. You know, something related to osteoporosis. Panganta adinde sources okke endakkeya? Phytoestrogen is a hormone. Ha. Okay. അത് ഹോർമോൺ ആണ്. Hormones are made in the body. They're hormone. So how do we get it? Like ഹോർമോൺ ലെവൽ കൂട്ടാനായിട്ട് നമ്മുടെ ഹോർമോൺസ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇൻസുലിൻ ഒക്കെ പോലെ. ഹൗ ഡു യു ഹാവ് മോർ ഹോർമോൺസ് ഇൻ യുവർ ബോഡി? അതെ. അപ്പൊ ഹോർമോൺസ് എന്ന് പറയുന്നതും ഇതും phytochemicals are two different things. Phytochemicals are just like a nutrients that these things you cannot be made in the body. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. So you have to get them from foods. Estrogen എന്ന് പറയുന്നത് it's a hormone that's made in your body. അപ്പൊ ഹോർമോൺസിന്റെ ബേസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാരണ ഫാറ്റ് ആയിരിക്കും കൂടുതലും. അപ്പൊ ഈസ്ട്രോജൻ അതൊരു ഫാറ്റ് ആണ്. സോ ദാറ്റ്സ് സംതിങ് ദാറ്റ്സ് മെയ്ഡ് ഇൻ യുവർ ബോഡി. അപ്പൊ ഹോർമോൺ ലെവൽ കൂട്ടാനായിട്ട് ഇപ്പൊ somebody let's say you have ഈസ്ട്രോജന്റെ ഹോർമോൺ ലെവൽ കുറവാണെങ്കിൽ the only way to do is go see a doctor, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക and then ask them for supplemental pills. Okay, so both this estrogen and phytoestrogen is the same thing? Phytoestrogen എന്ന് പറയുന്നത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. There's only estrogen. Phytoestrogen എന്ന് പറഞ്ഞ പ്ലാന്റിൽ ഹോർമോൺസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈസ്ട്രോജൻ പോലത്തെ ഹോർമോൺസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പ്ലാന്റിൽ ഒത്തിരി ഹോർമോൺസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്സിൻ, അങ്ങനെ സൈറ്റോകൈനിൻ, അങ്ങനത്തെ ഹോർമോൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഈസ്ട്രോ എന്ന് പറയുമ്പോൾ തന്നെ അത് എന്റെ മനസ്സിൽ കൊളസ്ട്രോളിന്റെ ഒരു എസ്ട്രോജൻ, ആനിമൽ ബേസ്ഡ് എന്റെ മനസ്സിൽ വരുന്നത്. അപ്പൊ ഫൈറ്റോ എസ്ട്രോജൻ എന്ന് പറയുന്നത് വരണം ഒരു ആനിമൽ ബേസ്ഡ് ആണ് പ്ലാന്റ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, താങ്ക് യു മാം. വെൽക്കം. ഞാൻ സ്ക്രീൻ സ്റ്റോപ്പ് ഷെയറിംഗ് ചെയ്യാം. Lini, there are certain questions in the chat box. Can you see it? Chat box. നോക്കട്ടെ. എന്റെ സ്ക്രീൻ ചെറുതായതുകൊണ്ട്
One question. Does replacement of rice with citrus fruits help in losing weight? Replacement of rice with citrus fruits? No. Never replace anything with your in your diet with anything. Rice in importance ഉണ്ട്. റൈസിനെ ഇപ്പം നമ്മളൊക്കെ അവിടെ കഴിക്കുന്നത് യു ആർ ഈറ്റിംഗ് ദ ബ്രൗൺ റൈസ്, റൈറ്റ്? മട്ട എന്ന് പറയുന്നത്, ആ മട്ട എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഹാസ് ലോട്ട് ഓഫ് വൈറ്റമിൻ B1 in it. So if you're replacing vitamin rice with citrus fruits, you're replacing vitamin B1 with vitamin C. Why do you want to do that? അപ്പം നമ്മുടെ ഫുഡിൽ ഒന്നും എടുത്ത് കളയാനല്ല. So the point of my presentation was never to say that, okay, don't eat this, don't eat that, but add more. കാരണം most of our diets are revolved around certain foods. ചില ഫുഡ് മാത്രമേ നമ്മൾ കൂടുതൽ കഴിക്കുകയുള്ളൂ, ചില ഫുഡിനെ നമ്മൾ മറന്നു പോകും. So the idea is to have all colors in your diet. എല്ലാ ഫുഡിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില ആൾക്കാർ ഭയങ്കര picky eaters ആണ്. Oh, I don't like that, I don't like this. It's okay to be a picky eater. You don't have to eat everything. But you have to still find a substitute. ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് പഴം ഇഷ്ടമല്ല, ബനാന എന്ന് പറയുന്ന സാധനം പുള്ളിക്കാരൻ തൊടൂല. അപ്പൊ I have to still find something that he likes in vitamin C and potassium in it. So അപ്പൊ അതുകൊണ്ട് ഞാൻ ബനാന മാറ്റി ഞാൻ grapes ആക്കി, so that he can enjoy it, I can enjoy it. അപ്പം picky eaters ആണ്, I don't like it എന്ന് പറഞ്ഞ് ഒത്തിരി ഫ്രൂട്ട്സിന് നമ്മൾ ഫുഡ്സിനെ മാറ്റി വെക്കും. സോ എന്നിട്ട് നമ്മൾ കടയിൽ പോയിട്ട് മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ്സോ കാൽസ്യം ടാബ്ലറ്റ്സോ അതെല്ലാം പോയി നമ്മൾ ഇരുന്ന് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് സപ്ലിമെന്റ്സ് മേടിച്ച് കഴിക്കും. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കും ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഫ്രം യുവർ ഡയറ്റ്. നമ്മുടെ സാധാരണ എവറി ഡേ ഫുഡിൽ ഈ കാണുന്ന എല്ലാ സാധനവും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ട്. The only thing is we don't have variety in our diet every day. പക്ഷെ എല്ലാ ദിവസവും don't have to have a 4-course meal either. 4-course meal കഴിക്കണമെന്നില്ല. ആഴ്ചയിൽ 3 to 5 times just include every color that you can think of. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ബീറ്റ്റൂട്ട് ആണ്, അപ്പോൾ ആഴ്ചയിൽ 4 ദിവസം നമ്മൾ ബീറ്റ്റൂട്ടാണ് കഴിക്കുന്നതെങ്കിൽ then that's the only nutrients you're gonna get. So ഒരു ദിവസം ഒരു ക്യാബേജ് ഇൻക്ലൂഡ് ചെയ്യും, ഒരു ദിവസം വേറെ എന്തെങ്കിലും ക്യാരറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എല്ലാ കളറും ആഴ്ചയിൽ 3 to 5 times. Just make sure that you have it. എനിക്ക് ചാറ്റ് ബോക്സ് ഞാൻ തപ്പുവാണ്. A person who is dieting, what should they focus to eat and what should they avoid? A person who is dieting should be focusing more on proteins. അതാണ് ഞാൻ പറഞ്ഞ 4 kcal per gram. So if you eat more proteins, you're not getting a lot of calories, but still you're keeping full. For protein, the digestion process is നോക്കിയാൽ protein is digested. If you eat a piece of meat or if you eat a cup of some lentils or legumes, ഒരു പരിപ്പിന്റെ ഒരു കപ്പ് ഒരു 2 സ്പൂൺ പരിപ്പ് കഴിച്ചാൽ it takes about an hour and a half for the protein to digest. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുവരുമ്പോൾ have more proteins in it. ഇപ്പോൾ ഒരു എഗ്ഗോ എന്തെങ്കിലും നിങ്ങൾ bring it with you so that you won't be so hungry when you go back home and overeat them. ഇപ്പോൾ കോളേജിൽ നിന്ന് വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, we are so hungry, ഭയങ്കര വിശപ്പാണ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും all we have in our plate is ഒരു റൈസും പിന്നെ ഒരു വെജിറ്റബിളും ആയിരിക്കും. Most of the time we don't have that protein in there. അപ്പൊ അതുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു പ്രോട്ടീൻ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ യു വോണ്ട് ബി ഗോയിങ് ആൻഡ് സ്നാക്കിങ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കുക, എല്ലാ 1 മണിക്കൂറും ഫ്രിഡ്ജ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാം ഒരു 1.5 മണിക്കൂർ ആരെങ്കിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് every 1 hour. അപ്പൊ അമ്മ പറയും ഇതെന്തെങ്കിലും ഒന്ന് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ബിക്കോസ് വാട്ട് യു ആർ ഈറ്റിംഗ് ഇസ് എ സ്നാക്ക്. നിങ്ങൾ ആകെ കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ആയിരിക്കും, വിച്ച് ഇസ് കാർബോഹൈഡ്രേറ്റ്, ഒറ്റ പ്രോട്ടീൻ ഇല്ല അതിനകത്ത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും ഒരു ജ്യൂസ് എന്തെങ്കിലും ആയിരിക്കും കുടിക്കുന്നത്. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ പ്രോട്ടീൻ. കാരണം വി ഡോണ്ട് ഹാവ് ടു ഈറ്റ് ഫോർ 3-4 hours. നമ്മുടെ ബോഡി 3-4 hours ഒക്കെ ഫുഡ് ഇല്ലാണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നന്നായിട്ട് സാധിക്കും. പക്ഷെ വാട്ട് ഐ ഹാവ് സീൻ റീസെന്റ് ഈസ് എസ്പെഷ്യലി ടീനേജേഴ്സ്, പിന്നെ കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെ, കോളേജ് ഗോയിങ് കിഡ്സ്, വാട്ട് ദേ ഡു ഇസ് ദേ സ്നാക്ക് ക്വൈറ്റ് എ ബിറ്റ്. ഇപ്പൊ രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 9 o'clock നെക്സ്റ്റ് സ്നാക്ക്, അത് കഴിഞ്ഞ് 10 മണിക്ക് അടുത്ത സ്നാക്ക്, 11 മണിക്ക് അടുത്ത സ്നാക്ക്, then you go at 12 o'clock and eat the lunch, then come back again. അപ്പോൾ what I've seen in their diet is they don't have a lot of protein in their diet. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വിശക്കും. So try to have more protein in your diet. Protein എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക, ഒരു കുറച്ചധികം പരിപ്പ് കഴിക്കുക, സാധാരണ കഴിക്കുന്നതിൽ കൂടുതൽ പരിപ്പ് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ മുട്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ മുട്ട കഴിക്കുക. അപ്പോൾ you won't be hungry for the next 3 to 4 hours. So try to avoid snacking. That's the other thing for weight loss. Add more protein. That's one thing for weight loss. പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ്,
പിന്നെ ജ്യൂസസ്, പിന്നെ കോക്കക്കോള, പെപ്സി അങ്ങനത്തെ ഒക്കെ അതെല്ലാം കട്ട് ബാക്ക് ചെയ്യുക. കാരണം അതൊക്കെ അൺവാണ്ടഡ് കാലറീസ് ആണ്. ഐ കോൾ ദം എംപ്റ്റി കാലറീസ്. കാരണം ആ കാലറീസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ ഒരു ഗുണവും ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഒരു ജ്യൂസ് കുടിച്ചു, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ വീട്ടിൽ ജ്യൂസ് ജസ്റ്റ് ഡ്രിങ്ക് വാട്ടർ. അപ്പൊ അങ്ങനത്തെ regular consumption of onion in kids will okay, I see all this. ഇപ്പൊ കാണാൻ എനിക്ക്. Let me see. A person who is dieting, can you use example of superfoods? Superfoods ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞതുപോലെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ടൊമാറ്റോ, മാംഗോ, ഇപ്പൊ നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ക്യാരറ്റ്സ് ഇസ് എ സൂപ്പർ ഫുഡ്. പിന്നെ എഗ് പ്ലാന്റ് ഇസ് എ സൂപ്പർ ഫുഡ്. നിങ്ങൾ ബ്രിഞ്ചോൾ, വഴുതനങ്ങ. പിന്നെ eggs are superfoods for people who eat them. Fish is a superfood. മീറ്റ്സ് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ മീറ്റിലെ ഫാറ്റ് കണ്ടന്റ് അധികം ആയതുകൊണ്ട് ഐ എം നോട്ട് റെക്കമെൻഡിങ് മീറ്റ് ആസ് എ സൂപ്പർ ഫുഡ്. കാരണം പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ, വേറെ അതിനകത്തൊന്നും കാണുന്നില്ല. പിന്നെ കുറച്ച് വൈറ്റമിൻസ് അല്ലാണ്ട് ഫാറ്റ്സ് കൂടുതലാണ്. പിന്നെ ദാറ്റ്സ് കൈൻഡ് ഓഫ് സൂപ്പർ ഫുഡ്സ്. അപ്പം ആഡ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ യുവർ ഡയറ്റ്, വെറൈറ്റി. കാരണം ഒരു ഫ്രൂട്ടിനകത്ത് ഒത്തിരി വൈറ്റമിൻ സി കിട്ടും. ബട്ട് ഇഫ് യു ജസ്റ്റ് ഈറ്റ്, പാരനോട് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓറഞ്ചസ് മാത്രം കഴിച്ച് കഴിഞ്ഞാൽ ദെൻ ആപ്പിളിൽ നിന്ന് കിട്ടുന്ന അയൺ നിങ്ങൾ മിസ് ചെയ്യും. അപ്പോൾ ആഡ് മോർ വെറൈറ്റി. റെഗുലർ കൺസംഷൻ ഓഫ് അണിയൻ ഇൻ കിഡ്സ്. നോ, അണിയൻ എന്തിനാ അത്രയും കഴിക്കുന്നത്? യു ജസ്റ്റ് ആഡ് അണിയൻ. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴല്ലേ അണിയൻ ഉപയോഗിക്കുന്നുള്ളൂ. റോ ആയിട്ട് ആരും അണിയൻ കഴിക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ അണിയന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അണിയൻ കഴിച്ചു കഴിഞ്ഞാൽ അണിയനിൽ സൾഫർ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ബാഡ് ബ്രെത്തിന്റെ ഒരു ചാൻസസ് കൂടുതലുണ്ട് അണിയൻ കൂടുതൽ കഴിക്കുന്നവരിൽ. വേറെ കൺസംഷൻ ഒന്നും, വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക്. അപ്പൊ ബാഡ് ബ്രെത്ത് കൂടുതൽ. അപ്പൊ അണിയൻ കഴിക്കുന്നവർ അല്ലെങ്കിൽ ഉള്ളി കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദേ മൈറ്റ് ഹാവ് ടു, അവരുടെ ഓറൽ ഹൈജീൻ, അവരുടെ ബ്രഷ് ചെയ്യുന്നതും അങ്ങനത്തെ ഹൈജീനൊക്കെ അവര് ദേ ഹാവ് ടു കീപ്പ് അപ്പ് വിത്ത് ഇറ്റ്. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ആരും എൻ്റെ അടുത്ത് ഫൈറ്റോ എസ്ട്രോജനെ കുറിച്ച് ചോദിച്ചായിരുന്നു. ഫൈറ്റോ എന്തിനാ അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ I was curious. Yeah ma'am. അതായത് ഐ എം എ ന്യൂട്രീഷൻ സയൻസ് സ്റ്റുഡന്റ്. അപ്പോ നമ്മുടെ ശ്രീലക്ഷ്മി മാമിന്റെ ഒരു ബുക്ക് ഉണ്ട്, ഡയറ്ററ്റിക്സ്. അപ്പൊ അതില് മെനോപോസ് വന്ന വിമന് എനിവേ ഈസ്ട്രോജൻ ലെവൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ദേ ആർ ഗിവൻ ഫൈറ്റോ ഈസ്ട്രോജൻ ത്രൂ ദ ഡയറ്റ്. അപ്പൊ ആ ഫൈറ്റോ ഈസ്ട്രോജൻ എന്താന്ന് അറിയില്ലായിരുന്നു. അതായിരുന്നു ഡൗട്ട്. ഫൈറ്റോ ഈസ്ട്രോജൻ, ഫൈറ്റോ എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ ബേസ്ഡ് തന്നെയാണ്. പക്ഷേ ഈ ഇങ്ങനത്തെയൊക്കെ ഫൈറ്റോ ഈസ്ട്രോജൻ ഞാനിങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ഞാൻ അപ്പൊ എന്തോ ഒരു തോട്ട് വന്നപ്പോൾ ഐ വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് യു. ഫൈറ്റോ ഈസ്ട്രോജനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് പ്ലാൻ ബേസ്ഡ് ആണ്. പക്ഷെ ഈ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ നേരത്തെ ഫൈറ്റോസ്റ്റിറോൾസിനെയും ഫൈറ്റോസ്റ്റെനോൾസിനെയും കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചു. ഇങ്ങനത്തെ പ്ലാൻ ബേസ്ഡ് സാധനങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ അബ്സോർപ്ഷൻ പവർ ഭയങ്കര കുറവാണ്. കാരണം നാച്ചുറലി നമുക്ക് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അബ്സോർബ് ചെയ്യാൻ അധികം കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അത് കുക്ക് ചെയ്യുന്നത് റോ ആയിട്ട് നമ്മൾ പ്ലാൻ ബേസ്ഡ് ഫുഡ്സ് കഴിക്കാറില്ല, എസ്പെഷ്യലി വെജിറ്റബിൾസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഫൈബറിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് ഫൈബറിനെയൊക്കെ നന്നായി കുക്ക് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഫൈറ്റോ എസ്ട്രോജൻ ഒക്കെ പ്ലാൻ ബേസ്ഡ് ഡയറ്റിൽ നിന്ന് കിട്ടുന്നതില് എനിക്ക് തോന്നുന്നില്ല അത് അത്രയും അബ്സോർപ്ഷൻ ഉണ്ടാവുമെന്ന്. പ്ലാന്റിൽ നിന്ന് കിട്ടുന്നില്ല എന്നോ യു ഷുഡൻ ഹാവ് ഇറ്റ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് വേണ്ടാന്നും അല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ മാത്രം അത്രയും വിവരം എനിക്കില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു സേ അബൌട്ട് ഇറ്റ്. പക്ഷെ അത് അത്രയും നമുക്ക് അത്രയും ആ പ്ലാന്റിൽ നിന്ന് അബ്സോർപ്ഷൻ ഉണ്ടാവും, അത്രയും നമുക്കൊരു പ്ലാന്റിൽ നിന്ന് കിട്ടും. നമ്മൾ അങ്ങനെ ഒരു ഫുഡ് കഴിച്ചാൽ ബോഡി അബ്സോർബ് ഇറ്റ് സോ മച്ച് എന്നുള്ളതാണ്. പിന്നെ ഈ വേറൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഈ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ളതിന് ഹാർംഫുൾ ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യും. അതാണ് ഞാൻ വേറൊരു കോമൺ ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് അത് കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എത്ര വേണമെങ്കിലും കഴിച്ചോളാൻ പറയും. പക്ഷെ പ്രോബ്ലം വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് സംതിങ്, അത് ഒരു ആയുർവേദ ലൈനാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് അതിനകത്ത്. കാരണം ഈ നമ്മള് പലപ്പോഴും സാധനങ്ങൾ നമ്മളിപ്പോ പലപ്പോഴും ഒരു അസുഖം റിക്കവർ ചെയ്യാണ്ടാവുമ്പോൾ വി ഓൾവേസ് ഗോ ഫോർ ദി ആയുർവേദ ലൈൻ വേർ തിങ്സ് ടേക്ക് എ ലോങ് ടൈം ബട്ട് വി തിങ്ക് ഓക്കെ ഹാർംഫുൾ ഒന്നും അല്ല, അതുകൊണ്ട് ആയുർവേദയിലേക്ക് പോവാം എന്നുള്ളൊരു അപ്രോച്ചാണ്.
പക്ഷെ ആ ഒരു ലൈനിൽ പ്രശ്നം എന്താന്ന് വെച്ചാല് ഒത്തിരി കഴിയുമ്പോഴായിരിക്കും നമ്മളെ പറയാ അയ്യോ നമ്മൾ ഇത്രയും വൈകി, ഇതിനൊരു ഹാർംഫുൾ ഇഫക്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഫോർ എനി ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഐ വിൽ ബി റിയലി സസ്പീഷ്യസ് അബൌട്ട് ഇറ്റ്. കാരണം ഞാൻ അതിനെക്കുറിച്ച് ഞാൻ നോക്കും. കാരണം അബ്സോർപ്ഷൻ പ്ലാന്റിൽ നിന്ന് എന്ത് കിട്ടുന്ന അബ്സോർപ്ഷൻ കുറവാണ്. അപ്പൊ ഞാനത് കഴിച്ചത് കൊണ്ട് എന്റെ ബോഡിക്ക് ദോഷമൊന്നുമില്ല, പക്ഷെ ഗുണം ഉണ്ടാവാനല്ല ഞാൻ കഴിക്കുന്നത്, ദോഷം ഉണ്ടാവാനല്ലോ ഞാൻ കഴിക്കുന്നത്. സോ അതുകൊണ്ട് എന്തെങ്കിലും പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് എന്നോട് പറയുമ്പോൾ ഫോർ സം ഹെൽത്ത് ഇഷ്യൂസ് ഐ എം ഓൾവേസ് വെരി സസ്പീഷ്യസ് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെപ്പറ്റി പോയി അന്വേഷിക്കും. പിന്നെ അടുത്തത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞത്, ദാറ്റ് വാസ് ദ വേർഡ് ദാറ്റ് കോട്ട് മൈ അറ്റൻഷൻ. ഓസ്റ്റിയോപൊറോസിസ് ഈസ് ഇൻക്യൂറബിൾ. അതിന് ഒരു ട്രീറ്റ്മെന്റും ഇല്ല. അതിന് ഇതുവരെ ട്രീറ്റ്മെന്റ് ഇല്ല. ഫൈറ്റോഎസ്ട്രോജൻ കഴിച്ചുകൊണ്ട് അത് റിവേഴ്സ് ചെയ്യും? നോ, ഒരു വഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഫൈറ്റോഎസ്ട്രോജൻ കഴിച്ചതുകൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് വരാണ്ടിരിക്കുമോ? ഐ ഡോണ്ട് നോ. പക്ഷെ ഓസ്റ്റിയോപൊറോസിസ് വന്നിട്ട് ഫൈറ്റോഎസ്ട്രോജൻ കഴിക്കുമോ? ഇല്ല. അത് നമ്മൾ പറയില്ലേ, ചെടി വലുതായിട്ട് വളരുന്ന പോലെയാണ്, ഒരു കാര്യവുമില്ല. അപ്പം പിന്നെ മെനോപോസിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ലൈക്ക് ഹോട്ട് ഫ്ലഷസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതെല്ലാം ഇങ്ങനത്തെ നമ്മുടെ ബോഡിയിലെ ഈസ്ട്രോജന്റെ ഹോർമോൺസിന്റെ ഡിഫറൻസ് കൊണ്ടാണ്, നമ്മുടെ ബോഡിയിലെ ഈസ്ട്രോജന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് അതെല്ലാം വരുന്നത്. പക്ഷെ അതൊരു പ്ലാന്റ് ഹോർമോണായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വുഡ് ഇറ്റ് ബി ഹെൽപ്ഫുൾ? അത് നമ്മുടെ ബോഡിയിൽ ആ പ്ലാന്റ് ഹോർമോൺ എങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊന്നും എനിക്ക് പറയാനില്ല. സോ ഐ വുഡ് ബി വെരി, ഞാൻ അതിനെപ്പറ്റി പോയി കൂടുതൽ മനസ്സിലാക്കും ഹൗ ദാറ്റ് ട്രീറ്റ്മെന്റ് വർക്ക്സ്. എത്ര നാളുകൊണ്ട് അതിന് എനിക്കൊരു എത്ര നാളുകൊണ്ട് ഞാനിപ്പോ ഈ ഉണ്ടാവുന്ന ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന സിംറ്റംസിന് എത്ര നാളുകൊണ്ട് ഐ ക്യാൻ എലിവിയേറ്റ് ദി സിംറ്റംസ്, അതിന് റെമഡി ഉണ്ടാവും എന്നൊക്കെ ഞാൻ പോയി അന്വേഷിച്ചിട്ടേ ഞാൻ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ പോവുള്ളൂ. കാരണം ഐ ഹാഡ് വൺ ഓഫ് മൈ, എൻ്റെ ഒരു അങ്കിളിന് ലിവർ ഡിസീസ് ഉണ്ടായിരുന്നു. ലിവർ ഡിസീസ് ഉണ്ടായപ്പോൾ ഇതുപോലെ തന്നെ ഒരു ആയുർവേദ ഒരു സ്ഥലത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ മാറ്റിത്തരാം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഒത്തിരി കഴിഞ്ഞപ്പോഴാണ് ലിവർ ഡിസീസ് ഒക്കെ ഒത്തിരി ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയപ്പോഴാണ് മനസ്സിലായത് ഇത് വെറുതെ ഒരു എന്താ പറയാ ഒരു തമാശയായിരുന്നെന്ന്. പക്ഷെ അപ്പോഴേക്കും ആളുടെ പിന്നെ അലോപ്പതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. അപ്പൊ എനി ടൈം യു ഹാവ് സംതിങ് വിത്ത് പ്ലാന്റ്സ് ആൻഡ് ഇറ്റ്സ്, നിങ്ങളിപ്പോ ഒരു വെൽനെസ്സിന് വേണ്ടിയാ കഴിക്കുന്നെങ്കിൽ എനിക്ക് കുറച്ച് നിറം വെക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഐ വാണ്ട് ഫീൽ ബെറ്റർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി കഴിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് ആയിട്ട് whenever I use a plant product I am a little worried. കാരണം അത് പ്ലാന്റിന് നമ്മളും പ്ലാന്റ്സുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഫിസിയോളജിയും അവരുടെ ബയോകെമിസ്ട്രി, അവരുടെ ഫിസിയോളജിയും ബയോകെമിസ്ട്രി ആയിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പൊ I will be little worried about it. Yeah. Okay, thank you. Thank you. വേറെ ആരും എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹണി ആഡ് ചെയ്യാമോന്ന്. ഹണി ആഡ് ചെയ്യാം. ഹണി ഈസ് മോർ ഡെൻസ് ഷുഗർ. അപ്പൊ നിങ്ങൾ ഷുഗറിന് പകരം ഹണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അത്ര നല്ലതല്ല. കാരണം ഹണി ഈസ് മോർ കാലറീസ് ദാൻ ഷുഗർ. പക്ഷെ ഹണി ഈസ് എന്താ പറയാ, ഇറ്റ്സ് എ ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ ആൾക്കാര് ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഹണി ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പൊ ഷുഗർ അത്ര ഇടണ്ട, കുറച്ച് ഹണി ഒഴിച്ചാൽ മതി. അങ്ങനത്തേനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഹണി ഈസ് എ ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഷുഗർ. പക്ഷെ റിമെമ്പർ ഇറ്റ് ഹാസ് മോർ കാലറീസ് ദാൻ ഷുഗർ. വേറെ നോക്കട്ടെ, ഞാൻ ആ ക്വസ്റ്റ്യൻസ് തപ്പുമായിരുന്നു. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? Lini, there are 3 more questions. Okay, let me see. Which type of fruits good in pregnant women to lower the sugar level? Oh, pregnant women to lower the sugar level. എനിക്ക് ഏറ്റവും my favorite is apples. ആപ്പിൾ ആണ് ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. ബനാന ഹാസ് മോർ ഷുഗർ, ഓറഞ്ചസ് ഹാസ് മോർ ഷുഗർ, ഗ്രേപ്സ് ഹാസ് മോർ ഷുഗർ. ഞാൻ നാട്ടിലെ ഫ്രൂട്ട്സ് എങ്ങനെ ആലോചിക്കുന്നത്, ആപ്പിളാണ് എൻ്റെ ഫേവറേറ്റ്. മോർ അയൺ ഉണ്ട്, ഫൈബർ ഉണ്ട്. പിന്നെ പഴം കഴിക്കുവാണെങ്കിലും അത്രയും അങ്ങോട്ട് എന്താ പറയുക, വല്ലാണ്ട് പഴുത്തു പോയത് കഴിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് the more the fruit ripens, more sugar content. അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് പഴുത്തു പോയ പഴമല്ല, കുറച്ച് ചെറിയ ഒരു ചവർപ്പൊക്കെ സഹിക്കാമെങ്കിൽ യു ക്യാൻ ഹാവ് ദാറ്റ് വുഡ് ബി നൈസ്. പിന്നെ പപ്പായ ഈസ് ഗുഡ്. പപ്പായ നല്ലതാണ്. അധികം മധുരം ഇല്ലാത്ത പപ്പായ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് വൺ.
പിന്നെ പ്രഗ്നന്റ് വിമന് ഞാൻ ഫ്രൂട്ട്സിലും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക വെജിറ്റബിൾസ് ആണ്. കാരണം ഷുഗർ ലെവൽ ഒത്തിരി കുറവാണല്ലോ വെജിറ്റബിൾസിൽ. So, and you still get the vitamin C and everything that you have in fruits and vegetables too. അപ്പോൾ വെജിറ്റബിൾസ് ആണ് ഞാൻ കൂടുതലും പ്രഗ്നന്റ് വിമന് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ പ്രഗ്നൻസിയിലെ ഷുഗർ ലെവൽ ഈസ് എ ട്രാൻസിയന്റ് തിങ്. അതൊരു ടെമ്പററി കാര്യമാണ്. ഇറ്റ് ഡസന്റ് സ്റ്റേ ആഫ്റ്റർ. ചില ആൾക്കാർ പ്രഗ്നൻസി കഴിയുമ്പോഴേ they stay diabetic for the rest of their life. അപ്പം അങ്ങനത്തെ ഉള്ളവരുടെ അല്ല. പക്ഷെ മോസ്റ്റ് പീപ്പിൾ അവർക്ക് ആ പ്രഗ്നൻസിയുടെ സമയത്ത് ഷുഗർ ഇസ് ടെമ്പററി. അപ്പൊ ആ ഒരു കുറച്ച് സമയത്ത് if they can restrict the carbohydrates, അതിനകത്തുള്ള ഷുഗേഴ്സ്, ചോറ്, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഗ്രെയിൻസ്, ബ്രെഡ്, അങ്ങനത്തെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യാമെങ്കിൽ, പിന്നെ കുറെ എക്സസൈസ്, കുറെ നടക്കാൻ പറയുക അവരുടെ അടുത്ത്. പ്രഗ്നന്റ് വിമൻ, ദാറ്റ്സ് വാട്ട് ഐ സേ, they need to walk quite a bit. കുറെ നടക്കുന്നതെല്ലാം പ്രഗ്നന്റ് വിമന് നല്ലതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട്. Intermittent fasting, is it recommended? Intermittent fasting, does it work with complications? Intermittent fasting ഞാൻ കേട്ടിട്ടുണ്ട്. ദാറ്റ്സ് എ ന്യൂ ഫാഡ് now. ഇപ്പൊ എല്ലാവരും പോപ്പുലർ ആയിട്ടുള്ള ഇതാണ്. കുറച്ചു നേരം കഴിക്കുക, പിന്നെ കുറെ നേരം കഴിക്കാണ്ടിരിക്കുക. ഞാൻ 2 തിയറി ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഹെൽപ്ഫുൾ, ഇറ്റ്സ് നോട്ട് ഹെൽപ്ഫുൾ എന്ന്. പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ഓർക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, just make sure that you are having the right amount of time. ഇപ്പം നിങ്ങളിപ്പം എന്താ പറയുക, ഒരു രാത്രി കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും അങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല ചിലപ്പോൾ നിങ്ങൾ രാവിലെ ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ നിങ്ങൾ കോളേജിൽ വരുന്നതിന് മുമ്പ് കഴിച്ചു, അത് കഴിഞ്ഞ് വൈകുന്നേരം ചെന്ന് കഴിഞ്ഞ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഈസ് യൂസ് ടു ഹാവിങ് ലഞ്ച് അറ്റ് 12 o'clock. ഇപ്പൊ സാധാരണ 12 മണിക്ക് ആണ് ലഞ്ച് ടൈം എങ്കിൽ, കോളേജിൽ നിങ്ങളുടെ വീട്ടിലെ ലഞ്ച് ടൈം ഇസ് 12 o'clock എങ്കിൽ, your body is expecting some food at that point. Appo used aayittulla our body is used to certain amount of food at that certain point of the day. Appo aa samayathu if you don't give it food, what's going to happen is body is going to make acid, stomach acid produce cheyan thodangum. Appo intermittent fasting il njan kandittulladu, it's good for weight loss. People do have weight loss in intermittent fasting, but what I have seen is people go through a lot of acidity problems. Acidity bayangirana alkarku. So after a few weeks, if you can still keep it on, your body will get used to it. But the first couple of weeks, acidity has been a big problem in intermittent fasting. പിന്നെ ഡയബറ്റിക്സ്, ഷുഗർ ലെവലിലെ കംപ്ലൈന്റ് ഉള്ളത്, ഇപ്പൊ ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് ഷുഗർ കുറയുന്നു, അങ്ങനെയുള്ളവർക്കൊന്നും ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഇഫ് യു ആർ റിയലി പെർട്ടിക്കുലർ ദാറ്റ് ഐ വാണ്ട് ടു ലൂസ് ഒരു 5 to 10 pounds, കുറച്ച് സമയം കൊണ്ട് എനിക്ക് ലൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഈസ് വെരി ഇഫക്റ്റീവ്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ഫോളോ ഇറ്റ്. ഇന്ന് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, now I don't follow it, day after tomorrow I want to follow intermittent fasting, it's not going to work. You have to do it for at least 2 to 3 weeks to get the results. Lini, next question, which fruits are good for weight loss and menstrual pain? Menstrual idine good would be bananas, pinne mangoes, pinne vitamin C, potassium adigulla ഏത് ഫ്രൂട്ടും യു ക്യാൻ ഹാവ് ഇറ്റ്. ഇപ്പോൾ ബനാന, അതുപോലെ യെല്ലോ നിറത്തിലുള്ള ഫ്രൂട്ട്സിനാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ പൊട്ടാസ്യത്തിനകത്ത് ഗ്രേപ്സ് ഉണ്ട്, പിന്നെ പപ്പായ, അങ്ങനത്തെ ഫ്രൂട്ട്സ് എല്ലാം നല്ലതാണ്. പിന്നെ വെയിറ്റ് ലോസിന് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ യു കനോട്ട് ജസ്റ്റ് അച്ചീവ് വെയിറ്റ് ലോസ് വിത്ത് ഈറ്റിംഗ് ഫ്രൂട്ട്സ്. ചിലവർ, ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ട്, ഫ്രൂട്ടേറിയൻ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സ്റ്റീവ് ജോബ്സ്, ഈ ആപ്പിളിന്റെ ചെയർമാൻ, വാസ് എ ഫ്രൂട്ടേറിയൻ. അയാള് ഫ്രൂട്ട്സ് മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫ്രൂട്ട്സ് തിന്നുമായിരുന്നു. അങ്ങനത്തെ ക്രേസി ആയിട്ടുള്ള ഡയറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഐ ഡോണ്ട് റെക്കമെൻഡ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കളറും എല്ലാ വെറൈറ്റിയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിന്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. Which food is good for hair fall? ഹെയർ ഫോള് 2 തരത്തിലാണ്. ഹെയർ ഫോള് ഒന്ന് ജനറ്റിക് ആയിരിക്കും. അപ്പം നമ്മുടെ ജനറ്റിക് ആയിട്ട്, ഹെറിഡിറ്ററി ആയിട്ട് കുറച്ച് മുടിയേ ഉള്ളെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അതിന് നമുക്ക് വേറെ ക്യൂർ ഒന്നുമില്ല. പിന്നെ ഒരു വാട്ട് ഐ വുഡ് സേ ഇങ്ങനെ പലതരത്തിലുള്ള
വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. അതുപോലെ ഒരു മൾട്ടി വൈറ്റമിൻ, ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ഒരു മൾട്ടി വൈറ്റമിൻ ഈ ഫ്രൂട്ട്സും എല്ലാം ആഡ് ചെയ്തു, ഞാൻ എൻ്റെ ഡയറ്റ് ഈസ് റിയലി ഗുഡ്, ഐ എം ജസ്റ്റ് നോട്ട് എൻ്റെ ഫുഡിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല, ആൻഡ് സ്റ്റിൽ യു ഹാവ് ഹെയർ ഫോൾ, വാട്ട് ഐ വുഡ് സേ ഈസ് ഐ വുഡ് സീ എ ഡോക്ടർ. ചിലപ്പോൾ ഹോർമോണൽ ആയിരിക്കാം, ഏതെങ്കിലും ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ആയിരിക്കാം ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. ഇനി അതൊന്നും അല്ലെങ്കിൽ ഐ വുഡ് സേ ജസ്റ്റ് സേ ടു ഒരു സ്ട്രെസ് ഉണ്ടോ എന്ന് നോക്കുക, ആർ യു വറീഡ് അബൌട്ട് സംതിങ്, അതും ഹെയർ ഫോൾ കോസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഹാവ് മൾട്ടി വൈറ്റമിൻ, ഒരു ബി കോംപ്ലക്സ് ടാബ്ലറ്റ് എന്ന് പറയില്ലേ, അത് ഒരെണ്ണം കഴിച്ചു നോക്കുക, അത് ഒരെണ്ണം ഡോക്ടറോട് പ്രിസ്ക്രൈബ് ചെയ്ത് ഒരെണ്ണം മേടിച്ച് നോക്കൂ, സീ ഇഫ് ദാറ്റ് വുഡ് ഹെൽപ്പ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നല്ല കോക്കനട്ട് ഓയിലിട്ട് മസാജ് ചെയ്ത് അങ്ങനെ try to find some ways to stimulate the hair growth. Most of the time I have seen that ഒരു പ്രായം കഴിയുമ്പോൾ hair loss, if I have seen that it happens, is hereditary. അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ്. ഫുഡിൽ നിന്ന് നമുക്ക് ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് I don't think so. I don't think it's possible. കീറ്റോ ഡയറ്റ്, കീറ്റോ ഡയറ്റ് അവിടെ പോപ്പുലർ ആണ്. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി പ്രോട്ടീൻസ് ആണ്, പ്രോട്ടീൻസ് മാത്രമാണ് കീറ്റോ ഡയറ്റിൽ ഞാൻ കാണുന്നത്. കീറ്റോ ഡയറ്റിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഏത് ഫാറ്റ് ഡയറ്റും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കീറ്റോ ഡയറ്റ് ഇസ് യു ആർ ജസ്റ്റ് ഈറ്റിംഗ് പ്രോട്ടീൻസ് ഓൾ ഡേ. അപ്പൊ എന്റെ റൈസ് എവിടെ പോയി, എന്റെ സ്റ്റാർച്ച് എവിടെ പോയി, എന്റെ ഫ്രൂട്ട്സ് എവിടെ പോയി, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കൂടുതൽ കാണാറില്ല. സോ കീറ്റോ ഡയറ്റ് വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് വാട്ട് ദേ ആർ ട്രൈങ് ടു ബിൽഡ് മോർ പ്രോട്ടീൻസ് ഇൻ യുവർ ബോഡി. അവർ കുറച്ചും കൂടെ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ കൂട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ്സിനെ കുറയ്ക്കുന്നു. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സിനെ കുറയ്ക്കുമ്പോൾ നമ്മുടെ ലീൻ ബോഡി മാസിനെ കൂട്ടുന്നു. അപ്പൊ കാർബോഹൈഡ്രേറ്റ്, ദ എക്സസ് ഫാറ്റ് ഓർ ദ കാർബ്സ് ഷുഗേഴ്സ് ദാറ്റ് സ്റ്റോർഡ് ഇൻ യുവർ ബോഡി ഈസ് ബീങ് ഡൈജസ്റ്റഡ്. അപ്പൊ കീറ്റോ ഡയറ്റില് നമ്മള് കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കുന്നുണ്ട്. ഒരു സഡൻ വെയിറ്റ് ലോസ് ഇസ് പോസിബിൾ. ഇപ്പൊ ഒരു 2-3 വീക്സിനുള്ളിൽ നിങ്ങൾ കീറ്റോ ഡയറ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ ലോങ് ടേം കീപ്പിംഗ് അപ്പ് ഓൺ കീറ്റോ ഡയറ്റ് ഇസ് ഇമ്പോസിബിൾ. പിന്നെ ഇത്രയും പ്രോട്ടീൻസ് കഴിക്കുന്നത് കൊണ്ട് കിഡ്നിക്ക് ഒത്തിരി ലോഡ് കൂടുതലാണ്, ഓസ്മോട്ടിക് ലോഡ് കിഡ്നീസിന് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കീറ്റോ ഡയറ്റ് ഐ വുഡന്റ് റെക്കമെൻഡ് ഫോർ സഡൻ വെയിറ്റ് ലോസ്. എനിക്കൊരു 2-3 കിലോ കുറയ്ക്കണം, യു ക്യാൻ ഡു കീറ്റോ ഡയറ്റ്. പക്ഷെ അതിലും കൂടുതൽ ഇറ്റ്സ് ഗോണ ഡു ലോങ് ടേം ഡാമേജ് ദാൻ എനി ഗുഡ്. Yeah. You're welcome. Use of papaya leaf to increase our platelets during dengue fever. Is it useful? Or any side effect? Papaya leaf. Papaya ബ്ലഡിന്റെ ഇതിന് നല്ലതാണ്. അയൺ ലോഡ് ഉള്ളതുകൊണ്ട് ബ്ലഡിന്റെ കൂടുതൽ ബ്ലഡ് ഉണ്ടാക്കാൻ നല്ലതാണ്. ബ്ലഡിന്റെ ഹെൽത്തിന് നല്ലതാണ്. കൂടുതൽ ബ്ലഡ് ഉണ്ടാക്കാൻ സാധിക്കും. ഇറ്റ് മേക്സ് മോർ ബ്ലഡ്. പക്ഷെ ഡെങ്കി ഫീവറും പപ്പായയായിട്ട് എനിക്ക് തോന്നുന്നില്ല there is any relation to it. I mean it has lot of പപ്പായയിലെ ഒത്തിരി വൈറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് an antioxidant. അതിപ്പോ നിങ്ങൾ ഇതിനകത്ത് ഏത് ഫ്രൂട്ട് കഴിച്ചാലും ഇറ്റ്സ് an antioxidant as I said. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏത് ഫ്രൂട്ട് കഴിച്ചാലും ഇറ്റ്സ് പ്രൊട്ടക്ടിങ് you against any lot of infections. പക്ഷെ ഡെങ്കി ഫീവറും പപ്പായയായിട്ട് I don't think there is any correlation with that. Lini, in the question they are asking papaya leaf, not fruit. പപ്പായ ലീഫോ? അയ്യോ, പപ്പായ ലീഫ്, അതൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല. അങ്ങനത്തെ ഒന്നും അതെല്ലാം ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ ഈ ക്രാൻബെറി എന്ന് പറഞ്ഞ ജ്യൂസ് കിട്ടും. അപ്പൊ എല്ലാവരും പറയും യൂറിനറി ഇൻഫെക്ഷൻസ് വരുമല്ലോ, യൂറിനറി ഇൻഫെക്ഷൻസിന് ക്രാൻബെറി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻസ് കുറയുമെന്ന് പറയും. അപ്പൊ ഞാൻ പറയാം, അങ്ങനെ ക്രാൻബെറി ജ്യൂസ് അല്ലേ, എന്ത് ജ്യൂസ് കുടിച്ചാലും യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ കുറെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ പോകും. അതിപ്പോ ക്രാൻബെറി ജ്യൂസ് തന്നെ കുടിക്കണമെന്നില്ല, എന്ത് കുടിച്ചാലും വെള്ളം കൂടുതൽ. when you have urinary tract infections, drink more liquids. അതിപ്പോ ഏത് ലിക്വിഡ് ജ്യൂസ് എന്ത് കുടിച്ചാലും വെള്ളം കുടിച്ചാൽ വരെ ഇൻഫെക്ഷൻസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്. ഇപ്പൊ പപ്പായയുടെ ഇല തന്നെയാണ് എന്ത് കഴിച്ചാലും ഇതെല്ലാം ആരെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞിട്ട് അവര് ഒരു തിയറി, ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അങ്ങനത്തെ ഒത്തിരി ഉണ്ട്. അങ്ങനത്തെ ഒന്നും ഡോണ്ട് ഈവൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അങ്ങനത്തെ ഒന്നും ഡോണ്ട് ഈവൻ ബോദർ വിത്ത്. അങ്ങനത്തെ യാതൊരു കോറിലേഷനും ഇല്ല പപ്പായ ലീഫും ഡെങ്കി ഫീവർ ആയിട്ടൊന്നും. ബിക്കോസ് ഡെങ്കി ഫീവർ ഒരു പാത്തോജൻ കോസ് ചെയ്യുന്ന സാധനമാണ്. പപ്പായയുടെ ലീഫിന് ആ പാത്തോജന് എഗെയിൻസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള എന്ത് കഴിവുണ്ട്? നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. പപ്പായ ലീഫിന് എങ്ങനെ ഇമ്മ്യൂണിറ്റി അതിനകത്ത് കൊടുക്കാൻ പറ്റും? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ലീഫ് ഒഴിച്ചാലും ഇറ്റ് ഷുഡ് ഗിവ് യു ദാറ്റ് ഇമ്മ്യൂണിറ്റി. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഒത്തിരി നാട്ടുവൈദ്യമുണ്ട്, നാട്ടുമരുന്ന് എന്നൊക്കെ പറയുന്ന പോലെ ഒത്തിരി ഉണ്ട്.
അതിൽ കുറെയൊക്കെ വാലിഡ് ആണ്, കുറെ എല്ലാം എനിക്ക് തോന്നുന്നു ദർ ഇസ് എ ലോട്ട് ഓഫ് ട്രൂത്ത് ഇൻ വാട്ട് ഐ ഹാവ് സീൻ. പക്ഷെ ഇപ്പൊക്കെ ഈ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ വാട്സാപ്പിൽ കൂടെ ഒക്കെ ഫോർവേഡ് മെസ്സേജസ് ഒക്കെ ഒത്തിരി ഐ ഹേർഡ് അബൌട്ട് ഇറ്റ്. അപ്പം ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി ട്രൂത്ത് ഇൻ ദം. ആരെങ്കിലും ഐ മീൻ പപ്പായ ലീഫ് കഴിച്ചാല് മാറും എന്നുള്ളത് എനിക്ക് രാവിലെ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ജസ്റ്റ് ഒരു ആരെങ്കിലും but it's true that papaya leaf can increase the platelet. No, platelet count papaya leaf ആയിട്ടും എനിക്ക് തോന്നുന്നില്ല ഒരു പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ഉള്ള ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് പ്ലേറ്റ്ലെറ്റ്. ദാറ്റ് ഈസ് ആക്ച്വലി എ പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീൻ കൂട്ടണമെങ്കിൽ you need to have some more protein in your diet, and papaya leaf doesn't have any protein in it, so there is no way that you can increase your platelet count by having papaya leaf. Yeah. Is wheatgrass juice useful in diet? Wheatgrass juice. Sophia, your mom tried it and she got it and she felt her platelet count is good in dengue fever. Well, ഞാൻ അതിന് പ്ലസീബോ ഇഫക്റ്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ യുവർ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വെന്റ് അപ്പ് ആൻഡ് ദെൻ യുവർ പപ്പായ കഴിച്ചു കഴിഞ്ഞപ്പോ അത് കൂടി. അപ്പൊ അതിന് I kind of think that it just happened. Adipam papaya leaf കഴിച്ചില്ലായിരുന്നെങ്കിൽ I kind of feel that it might have gone up because she is more immune. Either it's mother-ന്റെ immunity നല്ലതായതുകൊണ്ടാണ്, അല്ലാതെ and she is coming back after that. She is fighting that disease. അതുകൊണ്ടാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടിയത്. പപ്പായ കഴിച്ചില്ലായിരുന്നെങ്കിൽ I kind of feel like she might have done better. Wheatgrass juice useful. Wheatgrass juice എന്ന് പറഞ്ഞാൽ എന്താ? I don't know. What is that? What's wheatgrass juice? എനിക്ക് എന്താ അറിയില്ല അത്. വീറ്റ് ഗ്രാസ് അതെന്താ ഞാൻ കേട്ടിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു യൂട്യൂബിൽ എന്തോ ഒരു വീഡിയോ കാണുമായിരുന്നു. ഏതോ ഒരു എവിടെയോ കോഴിക്കോടോ അവിടെ ആ ഭാഗത്ത് കണ്ട ഒരാള് കൊറോണയ്ക്കെതിരായിട്ട് ഒരു ഡ്രിങ്ക് കണ്ടുപിടിച്ചെന്ന്. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു ഇങ്ങനെ കൊറോണയൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇത്രയും ആൾക്കാർ ഈ വാക്സിനും ഇതിനൊക്കെ വേണ്ടി ഇത്രയും റിസർച്ച് ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ വീടിന്റെ മുറ്റത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറിച്ച് കഴിച്ചാൽ പോരെ. അപ്പൊ പിന്നെ ഐ കൈൻഡ് ഓഫ് ഫീൽ ലൈക്ക് ദിസ് ഈസ് ഓൾ ഇതൊക്കെ സിറ്റുവേഷണൽ ആണ്. നമ്മളൊരു സാധനം കഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒത്തിരി ഇവിടെയുണ്ട്, ഇങ്ങനെയൊക്കെ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഐ കൈൻഡ് ഓഫ് ഫീൽ ലൈക്ക് ഇതിനൊന്നും സയൻസ് ബാക്കിംഗ് ഇല്ല. സയൻസിന്റെ വിതൗട്ട് എനി സപ്പോർട്ട് ഫ്രം സയൻസ് ഓർ സയന്റിഫിക് എവിഡൻസ് ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. മേ നോട്ട് ഡു യു എനി ഹാം. ഒരു ഹാം നിങ്ങൾക്ക് ചെയ്യില്ല. പക്ഷേ അതേസമയം വാട്ട് ഹാപ്പൻസ് ഇസ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിനൊക്കെ നമ്മൾ കുറച്ച് നാൾ ഞാൻ അത് കഴിച്ചു നോക്കട്ടെ അപ്പോഴേക്കും കുറയുമായിരിക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഹെൽത്ത് കണ്ടീഷൻ ഇറ്റ് ബിക്കംസ് വേഴ്സ്. അവിടെയാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉള്ളത്. അവിടെയാണ് ഞാൻ ഇങ്ങനത്തെ സാധാരണ ഇങ്ങനത്തെ മിത്സിനെയും ഇതിനെയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത്. കാരണം നമ്മുടെ ഉള്ള സിറ്റുവേഷൻ, നമ്മളൊരു ഹെൽത്ത് പ്രോബ്ലം നമുക്കുണ്ട്, നമുക്കൊരു അസുഖമുണ്ട്, ആ അസുഖത്തിന് അത് വേഴ്സ് ആക്കാൻ നോക്കും. ബിക്കോസ് വി ആർ ആഡിങ് മോർ ടൈം ദാൻ ഫൈൻഡിങ് എ ക്യൂർ. നിങ്ങൾ ആയുർവേദത്തിൽ പൊക്കോ ഹോമിയോപ്പതി പൊക്കോ എവിടെ വേണമെങ്കിലും പൊക്കോ, ദറ്റ്സ് നത്തിങ് റോങ് വിത്ത് ദാറ്റ്. പക്ഷെ ഫൈൻഡിങ് ദ ക്യൂർ ആൻഡ് ബിലീവിങ് ഇൻ ദ ക്യൂർ, നമ്മൾ സ്വന്തം ട്രീറ്റ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മുടെ തന്നെ ഡോക്ടേഴ്സ് ആവാണ്ടിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വാസ്റ്റ് ഫീൽഡാന്ന് അറിയും. ഇന്നത്തെ ന്യൂട്രീഷൻ സ്റ്റുഡൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എത്രയോ വാസ്റ്റ് ആണെന്നറിയോ. നമ്മള് വിചാരിക്കുന്നിടത്തൊന്നും അല്ല. I think it was Aristotle who said that if you make food your medicine, or else then medicine will be your food. If you don't make food your medicine, medicine will be your food എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പം മരുന്ന് പോലെ നമ്മള് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന്. അതുപോലെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ ഹെൽത്ത്. നമ്മൾ എന്ത് കഴിക്കുന്നു, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ഇൻസൈഡ് യുവർ ബോഡി. അപ്പൊ ആ ഭാഗം നമ്മൾ ആ ഫുഡിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ how our body respond to is going to be quite different. ഇപ്പൊ ഇവിടെയെല്ലാം എനിക്ക് ഇവിടത്തേക്ക് ഒരു സിറ്റുവേഷൻ അവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. എല്ലാവരും ചെറിയ പിള്ളേരൊക്കെ മെക്ഡോണൾഡ്സ് അല്ലെങ്കിൽ സബ്വേ അങ്ങനത്തെ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിലെ യു ആർ ഗെറ്റിംഗ് യൂസ് ടു ഇങ്ങനത്തെ പുറമേ നിന്നുള്ള ഫുഡ് കഴിക്കുക, പുറത്തുനിന്ന് ഈറ്റിംഗ് ഔട്ട്.
എത്രയോ ബർഗർ ജോയിന്റ്സ് ഉണ്ട് അവിടെ, എത്രയോ ബാർബിക്യൂ പ്ലേസസ് ഉണ്ട് അവിടെ. ഇങ്ങനത്തെയൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മൾ ഇതിനകത്ത് യൂസ്ഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ പിള്ളേരെ യു ആർ കണ്ടീഷനിങ് ദം. നമ്മൾ അവരോട് പറയാണ് ഇത് നല്ല ഫുഡാണ്, ഇത് നമുക്ക് കഴിക്കാം എന്ന്. എന്താ വീട്ടിലെ ഫുഡ് എന്താ മോശമായിട്ടാണോ? അല്ല. So we are kind of conditioning these kids to say, okay, ഇതൊക്കെ പോയി കഴിച്ചോളൂ, it's okay to do that, it's okay to eat this, it's okay to be നിങ്ങൾക്കൊരു ട്രീറ്റ് ആയിട്ട് ഇപ്പോൾ പരീക്ഷയിൽ നല്ല മാർക്ക് വെച്ചു, I'll take you to McDonald's, oh that's really good food. അപ്പോൾ അവർ ഓരോ തവണയും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ they are associating, oh McDonald's is with good food, McDonald's is my motivation, അത് അവിടേക്ക് പോയിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിങ് ഒന്ന് ചെയ്യാണ്ടിരിക്കുക. വീട്ടിൽ തന്നെ നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഫുഡ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ that is like saying, okay, healthy food is what you need. അതേസമയം മെക്ഡോണൾഡ്സിൽ പോകണ്ടാന്നോ അല്ലെങ്കിൽ സബ്വേയിൽ പോകണ്ടാന്നോ നിങ്ങളുടെ ബാർബിക്യൂ പ്ലേസിൽ പോകണ്ടാന്നൊന്നും അല്ല. മേക്ക് ഇറ്റ് എ ട്രീറ്റ്, ലൈക്ക് ഒരു ബർത്ത്ഡേ ട്രീറ്റ് ആയിട്ട് കൊടുക്കുക, അല്ലാതെ ദിവസവും പുറത്തു പോയി കഴിക്കുക. അപ്പൊ അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് ഇഫക്ട് ചെയ്യും. കാരണം പുറത്തു പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വി ഹാവ് നോ ക്ലൂ അവരെന്താണ് ആ ഭക്ഷണത്തിൽ ആഡ് ചെയ്തതെന്ന്. ആ ഫുഡിനെ ടേസ്റ്റി ആക്കാൻ വേണ്ടി അവരൊരു പരമാവധി ശ്രമിക്കും. അവരതിനകത്ത് നിറച്ച് ഉപ്പിടും, എണ്ണയിടും, ബട്ടറിടും, എല്ലാം അതിനകത്ത് ആഡ് ചെയ്യും. അതിനെപ്പറ്റി നമുക്ക് കൺട്രോൾ ഒന്നുമില്ല. പക്ഷെ നമ്മള് വീട്ടില് നമ്മുടെ അമ്മ, നിങ്ങളുടെ അമ്മ ഒരു ഫുഡ് വെക്കുമ്പോൾ അമ്മയ്ക്കറിയാം എത്ര സോൾട്ട് വേണം, അമ്മയ്ക്കറിയാം എത്ര ഉപ്പ് വേണം. നിങ്ങളുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒന്നും നിങ്ങളുടെ അമ്മയോ നിങ്ങളോ ആരും കുക്ക് ചെയ്യുമ്പോൾ ചെയ്യില്ല. ആൻഡ് വി ഹാവ് മോർ കൺട്രോൾ ഓവർ വാട്ട് വി ആർ ഡൂയിങ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, വെറൈറ്റി ആഡ് ചെയ്യുക, ഹാവ് കൺട്രോൾ ഓൺ വാട്ട് യു ഈറ്റ്. കാരണം നമ്മൾ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരം 10 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ കാണിക്കുന്നത്. ആരും എൻ്റെ അടുത്ത് ഓസ്റ്റിയോപൊറോസിസ് പറഞ്ഞതുപോലെ, ദർ വാസ് ഒരു ഓസ്റ്റിയോപൊറോസിസിനെ പറ്റി ഒരു ഡേറ്റ്സ് ആർ ഗുഡ് ഇൻ ഇൻക്രീസിങ് ഹീമോഗ്ലോബിൻ. യെസ്, കാരണം ഡേറ്റ്സിനകത്ത് ഒത്തിരി അയൺ ഉണ്ട്. യെസ്, ഇറ്റ്സ് ഗുഡ്. ആരോ എൻ്റെ അടുത്ത് ഓസ്റ്റിയോപൊറോസിസിന് പറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തി. അപ്പം 60 തൊട്ട് I think 60 to 70-year-old ഫീമെയിൽസിലാണ് നോക്കിയത്. What they found was the people who had milder symptoms of osteoporosis or milder cases of osteoporosis, avare when they were teenagers, they had good consumption of milk. അവര് ഒത്തിരി പാല് കുടിച്ചിരുന്നു അവരുടെ ചെറുപ്പത്തിൽ. when their bones were growing, അവരുടെ ബോൺസ് ഒക്കെ മെച്യൂർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒത്തിരി കാൽസ്യം ഇൻടേക്ക് ഉണ്ടായിരുന്നു. so the people who were having milder symptoms of osteoporosis were severe cases of osteoporosis. they found ഈ മിൽക്ക് കഴിക്കുന്നത് it was a big difference. the calcium content in your diet is a big differentiating factor ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് so what you do maybe when you're 13 or 14 or 20 or 25 is something that you're going to pay back when you're 60 or 65. അതാണ്. അതിന്റെ 65-ല് പോയിട്ട് നമ്മള് കൂടുതൽ കാൽസ്യം ആഡ് ചെയ്തു ഒരു കാര്യമില്ല. കതിരില് വളം വെക്കുന്നു എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് അത്. Yeah, dates is really good because dates has a lot of iron in it. ഹീമോഗ്ലോബിന് നല്ലതാണ്, അനീമിയ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ്. അങ്ങനെ ഇപ്പൊ വളർച്ച എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളവർക്കൊക്കെ അത് നല്ലതാണ്. Yeah. Then this passion fruit and banana fruit was in this model. പാഷൻ ഫ്രൂട്ട് മറ്റേ ഫ്രൂട്ട് ഞാൻ കേട്ടില്ല. Anona fruit. അനോന എന്ന് പറഞ്ഞ നമ്മുടെ custard apple. കസ്റ്റേർഡ് ആപ്പിള് അതെന്താ കഴിച്ച? Recommend in the diets. Should you recommend in the diets? പിന്നെ ഒരു കുഴപ്പമില്ല രണ്ടിനും. പാഷൻ ഫ്രൂട്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വൺസ്. ഇവിടെ അതൊന്നും കിട്ടാനില്ല. പാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് വൺ. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ബ്ലഡിന്റെ ഇതിന് നല്ലതാണ്, ബ്ലഡ് ഹെൽത്തിന് നല്ലതാണ്, സർക്കുലേറ്ററി സിസ്റ്റം ഹെൽത്തിന് പാഷൻ ഫ്രൂട്ട് നല്ലതാണ്. അനോണിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല. ബട്ട് യു നോ there's nothing against it. It's a fruit, so it should have some vitamin C and all that fibers in it, so it's recommended there. Lini, thank you for your informative section. Thank you. You're very welcome. Okay. Let us conclude. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരെയും ബെസ്റ്റ് ഓഫ് ലക്ക്. വന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ്. ഇറ്റ്സ് സോ നൈസ്. കുറെ നാൾ കൂടി എല്ലാവരെയും കാണാൻ പറ്റിയത്. ഇറ്റ്സ് സോ MSc ഒക്കെ ഉണ്ടെന്നായിട്ട് ഐ വാസ് സോ ഹാപ്പി. കാരണം BSc കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കാലിക്കട്ടും അവിടെ ഇവിടെയൊക്കെയാണ് ഞങ്ങൾ കുറെ പേര് എല്ലാവരും ബാച്ച്മേറ്റ്സ് എല്ലാവരും പോയി പഠിച്ചത്. സോ ഇറ്റ് വാസ് സോ നൈസ് ടു ഹിയർ ദാറ്റ് യു ഗൈസ് ആർ ഓൾ ദേർ. it's MSc and you have great teachers there, so it's a nice college. ഒത്തിരി നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് ആ കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ന്യൂട്രീഷനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ just ask Miss Reggie. She has my email.
എപ്പോൾ വേണമെങ്കിലും ഇമെയിൽ ചെയ്യാം. എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ, കൊറോണ എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ see you all. Nice to meet you. ഒത്തിരി 5 വർഷം പഠിച്ച കോളേജാണ്. So great memories all the time. Thank you. Bye now. You can cut it. Respected Principal Dr. Sister Maggie Jules, Honorable Chief Guest Mrs. Lini Alappat, teachers and all the participants. It's my privilege to propose vote of thanks in this occasion. On behalf of St. Mary's College and Botany Department, I extend a very hearty vote of thanks to the honorable delegates who blessed us with their presence and took out valuable time of their busy schedule. I'm very grateful to our dear principal, Dr. Sister Maggie Jose, for giving an opportunity to organize this event and also for encouragement and support she have given. Thank you, sister. I must mention our deep sense of appreciation for Mrs. Lini Alappat ma'am for inspiring us. The way she presented the topic was inspiring, catchy and informative. Thank you, ma'am. I hope everyone attending this webinar will try to eat those colors needed for everyday life. Also, I would like to extend my special thanks to Ms. Reggie Raphael K and all the teachers of Botany Department for their hard work and immense support, which makes this event a great success. No program can be successful with a single person. So, I extend a big thanks to all the participants in this webinar who actively participated and asked questions. Thank you all.